بسم الله الرحمن الرحيم ഏതായാലും അൽഹംദുലില്ലാഹ് തവസ്സുലിന് ധാരാളം തെളിവിട്ടിരുന്ന് അംഗീകരിച്ചു. ഒരു കാര്യം അംഗീകരിച്ച് കിട്ടി നമ്മളെ വാദപ്രതിവാദം കൊണ്ട്. ഇനിയുള്ളത് ഇസ്തിഗാസ മാത്രമേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. ഒരു വിഷയം നമുക്ക് ലാഭം കിട്ടും. ഇനി കാര്യമായിട്ട് പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, പേരോട് ഇവിടെ ഹക്കും ബാത്തിലും തമ്മിൽ കലർത്തിയെന്നാണ്. അത് ആരോപണമാണ്. ഞങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചും പറയാം. പക്ഷെ ആരോപണം പറയാനല്ല ഇവിടെ വന്നത്. നമ്മൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിഷയം പറയാനാ വന്നത്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവിനെ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാഅ് കൊണ്ടോ ഖിയാസ് കൊണ്ടോ ഗണ്ണിച്ചുകൊണ്ട് എന്നോട് ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. മൗലവിക്ക് പ്രസംഗിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ വേറെയും ധാരാളം വേദികളുണ്ട്. ചോദിക്കേണ്ട സമയത്ത് ചോദ്യം ചോദിക്കുക. ആ ചോദ്യത്തിന് വ്യക്തമായ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയും. ഉറപ്പാണ്. ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ മറുപടി ഞാൻ നന്നായിട്ട് പറയാണ്. നന്നായി നിങ്ങൾ മനസ്സിലാക്കണം. ചോദിച്ചത് എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഏതായിരുന്നാലും കുറെ കാര്യം ചോദിക്കാന്നുള്ളത് സംബന്ധിച്ചു. ഇനി ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി നമ്മളെ തർക്കം തീർന്നാൽ നമുക്ക് വിഷയം പൂർത്തിയായി. ഇനി ഒരു കാര്യം വേണ്ടത്, അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ലീസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രസിദ്ധീകരിക്കുക. ഇന്ന് വരെ നിങ്ങൾ ഒരു പ്രസിദ്ധീകരണത്തിലും ഒരു പുസ്തകത്തിലും ഇന്നത് അള്ളാഹിനോടേ ചോദിക്കാവൂ, ഇന്നത് സൃഷ്ടികളോടേ ചോദിക്കാവൂ എന്നൊരു ലീസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇനി നിങ്ങൾ ആ ലീസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ ഓരോന്നോറും നോക്കി ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ തന്നെയാ വേണ്ട. ഒരു ഡോക്ടർ ആകുമ്പോ പരിശോധിച്ചിട്ടാണ് മരുന്ന് കൊടുക്കേണ്ടത്. നിങ്ങളുടെ രോഗം ഞാൻ മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഏതാണ് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഖുർആൻ കൊണ്ട് പറയണം. അതുപോലെ തന്നെ സൃഷ്ടികളോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഖുർആൻ കൊണ്ട് പറയണം. അതിന്റെ ആയത്ത് മൗലവി ഓതിയിട്ട് ചോദ്യം ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഞാൻ മറുപടി പറയും. അല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള ലിസ്റ്റ് അനുസരിച്ച് എനിക്ക് മറുപടി പറയാൻ ഞാൻ പോയി പറയുമെന്ന് എനിക്ക് വാദമില്ലല്ലോ. അതുകൊണ്ട് ഏതാണ് ആ ലിസ്റ്റ്? ഏതെല്ലാം കാര്യങ്ങൾ അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടതുണ്ട്, ഏതെല്ലാം കാര്യം അള്ളാഹ് അല്ലാത്തവരോട് ചോദിക്കേണ്ടതുണ്ട്, ആ ലിസ്റ്റ് മൗലവി അടുത്ത ചോദ്യത്തിൽ പറയാം. ഇൻഷാ അല്ലാഹ് മറുപടി ഞാൻ പറഞ്ഞു തരും. ലിസ്റ്റ് ഇട്ടാതെ ഞാൻ പറഞ്ഞാൽ പിന്നെ അതും ഒരു തർക്കമാവും. നമ്മൾ തർക്കം കൂട്ടാനല്ലല്ലോ, കുറക്കാൻ വേണ്ടിയല്ലേ നമ്മളെ ഈ മധ്യസ്ഥന്മാർ ഇത്രയും അധ്വാനിക്കുന്നത്. അതുകൊണ്ട് ആ ലിസ്റ്റ് അടുത്ത ചോദ്യത്തിൽ മൗലവി കൊണ്ട് പറയാം. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ മരിച്ചുപോയവരോടല്ല അങ്ങനെ എങ്ങനെയൊന്നും പറഞ്ഞിട്ടോ കാര്യമില്ല. അതൊക്കെ നിങ്ങൾ സാധാരണ ഖണ്ഡന പ്രസംഗത്തിൽ പറയാം. ഇത് നേർക്ക് നേരെ ഇരുന്ന് മുഖാമുഖം നമ്മൾ വാദപ്രതിവാദമാണ്. അതിന് ഓരോന്നോരോന്ന് തെളിവ് കൊണ്ട് പറയണം. മൗലവി പറഞ്ഞാൽ പോരാ, ഞാൻ ഓരോന്നും തെളിവ് മുഖേന പറയാം. തെളിവ് മുഖേന പറയണം. നിങ്ങൾക്ക് തെളിവ് വല്ലതും പറയാനുണ്ടോ? അതായത് നിങ്ങൾ പറഞ്ഞ മൂസാ നബിയോട് സഹായം ചോദിച്ചു, നേർക്കേരിയാണ്. നേർക്കല്ലാതെ വളഞ്ഞ രൂപത്തിൽ സഹായം ചോദിക്കാൻ ഞങ്ങൾ സുന്നികളല്ലേ. അപ്പൊ വളയലില്ല. ചോദ്യമൊക്കെ നേരെ തന്നെയാ ചോദിച്ചത്. ഈ നേരെ ചോദിക്കുമ്പോ അദ്ദേഹം മുന്നിലുണ്ടാകണോ? നേരത്തെ ഇവിടെ ഞാൻ ഓതിയ ഒരായത്ത്, ആ ആയത്ത് നബിയോട് കുറ്റം ചെയ്തു പോയവർക്ക് മാത്രം ബാധകമാണെന്ന് മൗലവി പറഞ്ഞു. നബിയോട് കുറ്റം ചെയ്തവർക്ക് മാത്രം ബാധകമാണ് എന്ന നിങ്ങളെ വാദം നിരർത്ഥകമാണെന്ന് നിങ്ങൾ ഇനി എന്നോടത് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ പുസ്തകം വെച്ച് ഞാൻ തെളിയിക്കും. അതുപോലെ ഖുർആൻ വ്യാഖ്യാനങ്ങൾ വെച്ച് ഞാൻ തെളിയിക്കും. രണ്ടും വെച്ച് ഞാൻ തെളിയിക്കും. ഇത് വെറും നബിയോട് തെറ്റ് ചെയ്തവർക്ക് മാത്രം ബാധകമല്ല എന്ന് നിങ്ങളെ പുസ്തകങ്ങൾ വെച്ച് ഞാൻ ചോദിക്കും. അത് തന്നെ ചോദ്യത്തിൽ വരട്ടെ. ആളുകൾക്ക് ചോദ്യവും മനസ്സിലാകട്ടെ, ഉത്തരവും മനസ്സിലാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് വലൗ അന്നഹും ളലമു അൻഫുസഹും എന്ന ആയത്താണ്. ആ ആയത്ത് വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. ഏതൊരു റസൂലിനെയും പറഞ്ഞേക്കുന്നത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവരെ അനുസരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ ഉടനെ ഖുർആൻ പറയാണ് വലൗ അന്നഹും ളലമു അൻഫുസഹും. അങ്ങനെ അനുസരിക്കപ്പെടാൻ വേണ്ടി അയക്കപ്പെട്ട അനുയായികളിൽ ആരെങ്കിലും വല്ല തെറ്റും ചെയ്തു പോയാൽ അങ്ങനെയാണ്. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക്, നബിയുടെ സമീപത്ത് വരണം. അവ ആരിലേക്കാണോ നബിയെ പറഞ്ഞേക്കപ്പെട്ടത് അവരുടെ തെറ്റ് വന്നാൽ നബിയെ സമീപിക്കണം. എന്നിട്ട് അല്ലാഹുവിനോട് പുറത്തല്ല ചോദിക്കണം. അവര് നബിയുടെ സമീപത്ത് വന്ന് ചോദിക്കണം. അത് സമീപത്ത് ശരീരം കൊണ്ടുപോകാൻ കഴിയുന്നവരങ്ങനെ, ഇല്ലെങ്കിലോ മനസ്സുകൊണ്ടെങ്കിലും. എന്നിട്ട് റസൂലും അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ ഉണ്ടായാൽ അല്ലാഹു പുറത്തു കൊടുക്കും. ഇത് നബിയുടെ അക്കാലഘട്ടത്തിൽ മാത്രമുള്ള തെറ്റ് ചെയ്തു പോയവർക്ക് മാത്രം ബാധകമാണ് എന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്തു പോയവർക്ക് അത് നിർബന്ധമാണ് നാറാസിയിലുള്ളത്. മറ്റുള്ളവർക്ക് നിർബന്ധമാക്കുന്നില്ല.
അത് നിങ്ങൾ റാസിയാണ് വായിക്കാൻ എനിക്കറിയാം, നിങ്ങളുടെ എല്ലാ വരുന്നു എനിക്കറിയാം, അതിന്റെ വരുന്നു എനിക്കറിയാം. അതുകൊണ്ട് പറയാം, അവിടെയൊക്കെ വജബ 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 എന്ന് കാണാം. അവർക്ക് നിർബന്ധമാണ് പോകൽ, മറ്റുള്ളവർക്ക് പുണ്യമാണ് പറയൽ. അതുകൊണ്ട് അതാ തെറ്റ് ചെയ്തു പോയവർക്ക് മാത്രമാണ്, നബിയുടെ കാലത്തുള്ളവർക്ക് മാത്രമാണ് എന്നത് മുഴുവൻ ഖുർആൻ വ്യാഖ്യാനങ്ങൾക്ക് എതിരാണ്. പേരോടിന് പ്രസംഗിക്കാൻ പറയാൻ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ, പക്ഷെ ഇവിടെ പ്രസംഗമല്ല ആവശ്യം. വ്യവസ്ഥകൾക്ക് വിപരീതമായി വേദി സദസ്സിൽ നിന്ന് സൗണ്ട് ഉണ്ടായി. ദയവായിട്ട് അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. പേരോട് മനസ്സിലാക്കിയ മുഖാമുഖം മൂപ്പരാളുകളെ മാത്രം വെച്ചിട്ടുള്ളൊരു മുഖാമുഖം ഉണ്ട്, അതാ നിന്ന ഇവിടെ ഞങ്ങളും കൂടി ഉണ്ട്, ഞങ്ങൾ മുമ്പിൽ വെച്ചിട്ടാ അത്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ? അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടോന്ന് മൂപ്പരിനോട് ഇങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ്. അതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. ഞാൻ ലിസ്റ്റ് അടുത്ത സമയത്ത് പറയണം. ഞങ്ങളിപ്പോ ഉത്തരം പറയുന്ന സമയമല്ല, ഞങ്ങളിപ്പോ ചോദ്യം ചോദിക്കുന്ന സമയ. ആദ്യം തന്നെ എങ്ങനെ തെറ്റിപ്പോയാലോ? നിങ്ങളിപ്പോ ഉത്തരം പറയുന്ന സമയവും ഞങ്ങൾ ചോദിക്കുന്ന സമയമാണ്. ഞങ്ങളോടിപ്പോ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കരുത്, വ്യവസ്ഥക്കെതിരാ. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടത്. നിങ്ങൾ പറഞ്ഞ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളെ എന്റെ 4 മിനിറ്റോട് ഞാൻ ഗണ്ണിച്ചു. അതേക്കുറിച്ച് നിങ്ങൾക്ക് പറയാണ്ടോ? സാധാരണ മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നതിനെ കുറിച്ചുള്ള വിഷയം അതിവിടെ തർക്കമല്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. അള്ളാഹുവിന് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? നിങ്ങൾ നബിയോട് ചോദിക്കാം, അമ്പിയാക്കളോട് ചോദിക്കാം, റസൂലിനോട് ചോദിക്കാന്നൊക്കെ പറഞ്ഞല്ലോ. അത് തെളിവുണ്ടെങ്കിൽ ആ മാനദണ്ഡം നിങ്ങൾ പറഞ്ഞാൽ പോരെ. അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും റസൂലിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ല. മൂപ്പർക്ക് തന്നെ സംശയം. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഖുർആൻ കൊണ്ട് നിങ്ങൾ പറയണം, തെളിവ് കൊണ്ട് പറയണം. അന്ന് ഞങ്ങളോട് പറയണം, ഞങ്ങൾ പറയുന്ന സമയമല്ല, പറയുന്ന സമയത്ത് ചോദിച്ചോളൂ. അപ്പൊ പറയും. ഇപ്പൊ ഞങ്ങൾ ചോദിക്കുകയാണ്, അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? തവസ്സുലിന് ധാരാളം തെളിവുണ്ട് എന്ന് സമ്മതിച്ചു. അതിന് വേറെ നമുക്ക് വ്യവസ്ഥയില്ല. മധ്യസ്ഥന്മാരെ കേട്ടോട്ടെ, തവസ്സുൽ എന്ന വിഷയം വരുന്നത് ഇസ്തിഹാസ വിഷയം. അതിന് തെളിവുണ്ടോ ഇല്ലേന്ന് ആ വ്യവസ്ഥ അനുസരിച്ച് വാദപ്രതിവാദം നടക്കുമ്പോൾ അവിടെ തെളിയിക്കാം നമുക്ക്. ഇപ്പൊ വിഷയം ഇസ്തിഹാസയാണ്. അതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ പറയാം. എന്നിട്ട് പറയാണ്, വലവും അന്നഹും ഇന്നലവും അംബുസവും. ആരിലേക്കാണ് അയക്കപ്പെട്ടത്? സത്യവിശ്വാസികളിലേക്ക്. അവർ വല്ല തെറ്റും ചെയ്തു പോയാൽ, ഇന്നലമൂ എന്ന തെറ്റും ചെയ്തു പോയാൽ, അത് ചെയ്തു പോയപ്പോൾ അങ്ങനെ ഒരു തെറ്റോട് സംഭവിച്ചു. നബിയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഒരാളെ റോട്ടിലിട്ട് കുറെ ചീത്ത പറഞ്ഞു, എന്നിട്ട് വീട്ടിൽ പോയിട്ട് പഠിച്ചോനെ എനിക്ക് പൊറുത്തരണെന്ന് പറഞ്ഞാൽ പറ്റുമോ? ആ ചീത്ത പറഞ്ഞ ആളോട് പോയിട്ട് ഒന്ന് പൊരുത്തപ്പെടിക്കണം. അതുപോലെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് വിധി തേടി പോകുന്നതിന് പകരം കാബുൽ അശ്റഫിന്റെ അടുത്ത് വിധി തേടിപ്പോയി. അത് റസൂലിനെ വിഷമിപ്പിക്കാനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് ഇസ്തഗ്ഫിറുല്ലാഹ, റസൂലിനോട് ചോദിക്കണം എന്നല്ല പറഞ്ഞ്. പൊറുക്കല്ലേ ചോദിക്കേണ്ട, റസൂൽ നിങ്ങളെ ഇർത്തകബത്ത് പോയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിക്കണം, അവരും അള്ളാഹിനോട് ചോദിക്കണം. ആ ഭാഗം ഉദ്ധരിക്കുന്നത് ഫസ്തഗ്ഫിറുല്ലാഹ, അവർ അള്ളാഹിനോട് പൊറുക്കല്ലേ ചോദിക്കണം. ഫസ്തഗ്ഫറലഹു റസൂലു, റസൂലും അവർക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിക്കണം. അത് നിങ്ങൾക്ക് എതിരാണ്, അത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങളെ ചോദ്യം ഒന്നുകൂടി നിങ്ങൾ കേട്ടോളി. ചോദ്യ ഉത്തരവുകൾ നല്ലോണം ശ്രദ്ധിക്കണം. അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് പറയുക, ഇല്ലെങ്കിൽ അതിന്റെ തെളിവ് പറയുക. തെളിവ് ഉദ്ധരിച്ച് മറുപടി പറയേണ്ടതാണ് നിങ്ങളുടെ സമയം. ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്. ഉത്തരം കയ്യിലില്ലെങ്കിൽ വെറുതെ പ്രസംഗിച്ച് നേരം കളയാൻ നിൽക്കണ്ട. ഞങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കണം. അതുകൊണ്ട് ഈ ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ 2, 3, 4 ചോദ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ചോദിക്കാനുണ്ട്. നിങ്ങൾ വിഷയം കൂട്ടിക്കുഴച്ചുവെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. മൂസാ നബിയുടെ അനുയായിയും കിബിത്തിയും തമ്മിൽ തല്ലുകൂടിയപ്പോ മൂസാ നബിയോട് ചോദിച്ച് സാധാരണ മനുഷ്യന്മാർ അങ്ങോട്ടും കൂടി സഹായം ചോദിക്കുന്നതാ, അതിനെപ്പറ്റി ഇവിടെ തർക്കമുണ്ടോ? അതുപോലെ തന്നെ മഹ്ശറിൽ വെച്ചാണെങ്കിലോ ആദം ഉൾപ്പെടെയുള്ള നബിമാരോട് നമ്മൾ ചോദിക്കുന്ന കാര്യം എന്താ? ഈ മഹ്ശറിൽ നിന്ന് വല്ലാതെ വിഷമിച്ചു, നിങ്ങൾ അള്ളാഹിനോടെന്ന് പറഞ്ഞൊരു വിചാരണ ഘടിപ്പിക്കണം, അതിനുള്ള തർക്ക. അതുപോലെ തന്നെ ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ അമ്പിയാക്കന്മാരെ മുമ്പിൽ അണിനിരത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ അവരെ പുനർജീവിപ്പിച്ചു കൊടുത്തു. നിങ്ങളുടെ മസ്തിയറത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെ നേരത്തെ നേരെ മൂസാ നബിയെ കണ്ടപ്പോ അപ്പോഴാ ചോദിക്കാൻ പറഞ്ഞു. ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചു കളഞ്ഞു എന്നാണ് മൗലവി പറയുന്നത്. മറുപടി പറയാൻ വേണ്ടി എനിക്കിങ്ങോട്ട് പറഞ്ഞു തരൂ ചോദ്യം എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അതെന്താണ് നിങ്ങൾ പറഞ്ഞു തന്നാൽ ചോദ്യം ചോദിക്കാതെ മറുപടി തരാൻ കഴിയോ? മൂത്രമൊഴിക്കാൻ മുട്ടാണ്ട് മൂത്രമൊഴിക്കാൻ പോവാൻ കഴിയോ? വിശക്കാണ്ട് കഴിക്കാൻ കഴിയോ? നിങ്ങൾക്ക് ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടത് എന്നിങ്ങ് ചോദിച്ചിട്ട് ഇത് ചോദിക്കാമോ ഇത് ചോദിക്കാമോ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞു തരൂ. നിങ്ങൾ ചോദ്യം ചോദിക്കൂല ഞാൻ പറയും. ചോദിക്കൂ, പറയാം. നിങ്ങൾ ചോദിച്ചു കിട്ടുന്നില്ല.
നിങ്ങൾ ഇതൊന്ന് ചോദിക്കൂ എന്നോട്. ഏത് കാര്യമാണ് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടത്? ഏത് കാര്യമാണ് അള്ളാഹ് അല്ലാത്തവരോട് ചോദിക്കേണ്ടത് എന്ന് നിങ്ങളെ ചോദ്യം. ഞാൻ ചോദിക്കും, ഏത് കാര്യമാണ് നിങ്ങൾ വിഭജിച്ചു വെച്ചത്? ആ വിഭജിച്ചു വെച്ച വിഭജനം ഞങ്ങൾ കേൾക്കട്ടെ. ഞാൻ മറുപടി പറയും, ഓരോന്നോരോന്നായി മറുപടി പറയും. പിന്നെ ഞങ്ങളെ വിശ്വാസം അറിയോ? ശരിക്കും പഠിക്കണം നിങ്ങൾ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, എല്ലാ കാര്യങ്ങൾക്കും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇവിടെ നിങ്ങളൊരു വിവേചനമുണ്ടാക്കി. ചില കാര്യത്തിൽ അള്ളാഹിനോട് മാത്രം, ചിലത് മറ്റുള്ളവരോട്. ഇത് വാസ്തവത്തിൽ ശിർക്കിലേക്ക് പോകുമെന്ന് നിങ്ങളാ ചിന്തിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നു എല്ലാ കാര്യത്തിലും അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സർവ്വകാര്യത്തിലും സഹായം ചോദിക്കുന്നു എന്ന് 17 പ്രാവശ്യം നിർബന്ധമായി 17 റകഅത്തുകളിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ 5 നേരം. അപ്പോ നിന്നോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അള്ളാഹിനോട് മാത്രമേ ചോദിക്കാവൂ സർവ്വ വിഷയത്തിലും. മറ്റുള്ളവർ സഹായത്തിന്റെ കാരണക്കാരാണെന്ന നിലക്ക് നിങ്ങൾ ചോദിക്കുന്നു പലരോടും. നിങ്ങൾ ഇവിടെ തന്നെ സംഘാടകരോട് ചോദിക്കുന്നു, പോലീസുകാരോട് ചോദിക്കുന്നു, അതുപോലെ എഞ്ചിനീയറോട് ചോദിക്കുന്നു, ഡോക്ടറോട് ചോദിക്കുന്നു. ഞങ്ങൾ അവരോടൊക്കെ ചോദിക്കുന്നതിന്റെ പുറമെ ഞങ്ങളെ നേതാക്കളോട് ചോദിക്കുന്നു. ഞങ്ങളെ ഒന്നാമത്തെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹിനോട് മാത്രമേ ചോദിക്കാവൂ. ദൈവമാണെന്ന നിലക്കും ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന നിലക്കും അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ, അള്ളാഹിന്റെ ഉത്തരവില്ലാതെ ഒരു ചെറിയ വിരലനക്കാൻ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സാധ്യമല്ല. ഒരു ജിബ്രീലിനും സാധ്യമല്ല. ജിബ്രീലിനോട് ചോദിച്ചാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? നമുക്കിപ്പോ മലക്കുകളെ വെച്ച് സഹായം ചോദിക്കാൻ നിങ്ങൾ സമ്മതിച്ചോ? ജിബ്രീലിനെ കാണണമെന്നാ നിങ്ങൾ പറയുന്നു. ജിബ്രീലിനെ കണ്ടാ ചോദിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പല വാദമുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കടന്ന് വിഷയം വരുത്തുന്നില്ല. അവർ സിയാറത്ത് ചെയ്യാം, പക്ഷേ യാത്ര ചെയ്യാൻ പാടില്ല. അവരിങ്ങോട്ട് വന്നാൽ ചെയ്യാന്നുള്ള മാതിരി അങ്ങനെ പല വാദങ്ങളുണ്ട്. ഞങ്ങളിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ജിബ്രീലിനെ കണ്ടാ ചോദിക്കാം. അപ്പൊ കാണുകയും കാണാതിരിക്കുകയും എന്നതാണോ ശിർക്കിന്റെ മാനദണ്ഡം? അപ്പൊ നമുക്ക് ഈ കാണുന്നവരോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ, കാണാത്തവരോട് ചോദിക്കാൻ പാടില്ലെന്ന് ഇവിടെ പറഞ്ഞു. അത് ഏത് ഖുർആനാണ് തെളിവ്? ഏത് ഹദീസാണ് തെളിവ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാദം വന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇസ്തിഗാസ ചെയ്യണമെങ്കിലും അള്ളാന്റെ സഹായം വേണം. ഇസ്തിഗാസ ചെയ്യപ്പെടുന്നവരെ സഹായിക്കണമെങ്കിലും അള്ളാന്റെ സഹായം വേണം. പിന്നെ ഈ ആയത്ത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങളെ ഖുർആൻ പരിഭാഷ വായിച്ചു നോക്കണം. നിങ്ങൾ ആയത്തും ഹദീസും അറബി നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ മലയാളം വായിച്ചു നോക്കുക. താഗൂത്തുകളെ സമീപിക്കുന്ന കപട വിശ്വാസികളെ പറ്റി കഴിഞ്ഞ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ തുടർച്ചയാണ് ഈ വചനങ്ങളും. എന്നാൽ ഈ വചനങ്ങളിലടങ്ങിയ തത്വങ്ങൾ അങ്ങനെയുള്ളവരെ മാത്രം ബാധിക്കുന്നവയല്ല. സത്യവിശ്വാസിയാണെന്ന് അവകാശപ്പെടുന്ന ഓരോ മുസ്ലിമും തന്റെ മതജീവിതത്തിന്റെ അടിസ്ഥാനമായി അംഗീകരിക്കേണ്ടവയാണത്രേ അവ. അപ്പൊ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇذനില്ലാഹി വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക്. നബിയെ വിളിച്ച് സഹായം ചോദിക്കണം, ശുപാർശ തേടണം, നബിയെ സമീപിക്കണം എന്നത് ഓരോ മുസ്ലിമിനും മതജീവിതത്തിന്റെ അടിസ്ഥാന തത്വമായി അംഗീകരിക്കേണ്ട കാര്യമാണ് എന്ന് ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നിങ്ങൾ കേന്ദ്രം പ്രസിദ്ധീകരിച്ച പരിഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പരിഭാഷയെങ്കിലും വായിച്ചു നോക്കണം. നിങ്ങൾ വാദപ്രവാദത്തിന് വരുമ്പോ നിങ്ങൾ ഒന്നും വായിക്കാതെ മനസ്സിലാക്കാതെ വാദപ്രതിവാദത്തിന് വന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കണം. ലോക മുസ്ലിമീങ്ങളെ മുഴുവനും നിങ്ങൾ കാഫിറാക്കുമ്പോ, മുശ്രിക്കാക്കുമ്പോ ഇബ്നു ഹജർ അസ്ഖലാനി റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടി, ഇമാം നവവി തേടി, അതുപോലെ തന്നെ ഇമാം ബുഖാരി രേഖപ്പെടുത്തി. അവരെല്ലാം ഒന്നായി നിങ്ങളങ്ങ് മുശ്രിക്കാക്കുന്ന സമയത്ത് പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണ്ടേ നിങ്ങൾ വാദപ്രതിവാദത്തിന് വരാൻ? നിങ്ങളെ പരിഭാഷയിലെ ആയത്തിന്റെ വിശദീകരണത്തിൽ എഴുതി വെച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങളെ കക്ഷികൾ തന്നെ പിന്നെയും എഴുതുന്നു, രേഖപ്പെടുത്തുന്നു. അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് മാത്രം ഇത് ബാധകമല്ല. എഴുതിയത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ. പേരോട് എന്ന വലിയ ആളെന്നാണല്ലോ കെട്ടിയത്. ഒരിക്കലും വാദപ്രതിവാദത്തിന് കിട്ടണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. 2 വട്ടം ഇയാൾ വ്യവസ്ഥയിൽ ഒഴിവാൻ നോക്കിയതാ. അൽഹംദുലില്ലാ കിട്ടിയാലോ. ഇപ്പൊ കേട്ടില്ലെങ്കിൽ ഇയാൾക്ക് വാദപ്രതിവാദം എന്താണെന്ന് അറിയില്ല. ചോദ്യം ചോദിക്കേണ്ട സമയം അല്ലാന്നുകൊണ്ട് പിന്നെ ഇന്നോട് ചോദിക്കാം. ഖുർആൻ കൊണ്ട് നിങ്ങൾ തെളിയിക്കണം, ഹദീസ് കൊണ്ട് നിങ്ങൾ തെളിയിക്കണം. ഏത് കാര്യമാണ് അല്ലാഹുവോട് ചോദിക്കേണ്ടത്? അപ്പൊ മൂപ്പരേക്ക് ഒരു മറുപടി ഉണ്ട്, ഒരു റെഡിമെയ്ഡ് മറുപടി. അതിനനുസരിച്ച ചോദ്യം നമ്മൾ ചോദിക്കണം. അത് ഇവിടെ നടക്കൂല. അത് നിങ്ങൾ ആളെ കൊണ്ടുവന്നിട്ട് മുഖാമുഖം നടത്തുന്നുണ്ടല്ലോ. നിങ്ങൾ ആളെ ചട്ടം കെട്ടിയിട്ട് നിങ്ങളൊരു ചോദ്യം തയ്യാറായി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ മുജാഹിദാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കാം. ആ നാടകല്ലത്. ഇത് ആളുകൾ മുമ്പ്
മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞങ്ങളെ മുമ്പിലുള്ളതാണ്. എന്നിട്ട് ജിബ്രീലിനോട് സഹായം ചോദിക്കാൻ നിങ്ങൾ സമ്മതിച്ചോ? ഏത് ഖുർആനാ തെളിവ്, ഏത് ഹദീസാ തെളിവ്? ഇങ്ങിട്ട് മുസ്ലിയാരെ ഞങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയ, ഞങ്ങളെ ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറയേണ്ടത്. ഏത് കാര്യം അള്ളാഹിനോട് ചോദിക്കണം ഇങ്ങോട്ട് പറയണ്ട. ഇയ്യാക നഅ്ബുദു മൂപ്പരും മാത്രം ഇയ്യാക നസ്തഈൻ തന്നെ ഒരേ ഇയ്യാക തന്നെയാ. ഇയ്യാക നഅ്ബുദു നിന്നോട് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വയ്യാക നസ്തഈൻ നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. എന്താ ഈ തന്നി മാത്രം തമ്മിലൊരു കളി? അതൊക്കെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. പിന്നെ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു, അതൊന്നും ഇവിടെ നടക്കൂല. അതൊക്കെ നിങ്ങളെ മുഖാമുഖത്തിലും മൈതാന പ്രസംഗത്തിലും പറഞ്ഞാൽ മതി, ആളുകൾ ഇളക്കി വിടാൻ. ഇവിടെ നിങ്ങൾ 125 ആളുണ്ടോ? നമ്മൾ 125 ആളുണ്ട്. പുറമെ അതിനനുസരിച്ച് പോലീസുകാരുണ്ട്. അതുകൊണ്ട് എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്, ആ ജാതി പ്രകോപനമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്റെ ചോദ്യം എന്താണെന്ന് നിങ്ങള്, എന്റെ ചോദ്യം അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ എന്നതാണ്. അതല്ലാതെ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഞാൻ സാധാരണ നമ്പർ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളെ മൈതാന പ്രസംഗത്തിൽ എടുത്താൽ മതി, ഇവിടെ നടക്കൂല. എന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടണം. നേരത്തെ വ്യവസ്ഥയിൽ പറഞ്ഞതാണ്, പദപ്രയോഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഞങ്ങൾ മൈക്ക് ഓഫ് ചെയ്യുന്നു. അതാണ് അനുവദിച്ച സമയത്തിന് മുമ്പ് ഓഫ് ചെയ്തത്. ദയവായിട്ട് പദപ്രയോഗങ്ങൾ ഇരുവിഭാഗവും വളരെ നന്നായ രീതിയിൽ പ്രതിപക്ഷ ബഹുമാനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നടത്തണം. അതുകൊണ്ട് ആരായാലും ആരെയും ചെറുതാക്കാനല്ല, ദയവായി അത്തരം പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തും ഉണ്ടാകരുത്. ക്ഷമിക്കണം, സഹകരിക്കുക. ഒരു മിനിറ്റ് അല്ലേ? അൽഹംദുലില്ലാഹ്. എന്റെ സുഹൃത്ത് സക്കരിയ സലാഹിക്ക് എന്നെ ഒന്ന് കിട്ടണമെന്ന് കുറെ കാലമായിട്ട് ആഗ്രഹമുണ്ടായി. ആ മുറാദ് അല്ലാഹു തആല ഹാസിലാക്കിയല്ലോ, വളരെ സന്തോഷം. അദ്ദേഹത്തിനുണ്ട് സന്തോഷം. ഞാൻ നമ്മൾ സന്തോഷത്തോടുകൂടി തന്നെയാണ് നടത്തേണ്ടത്. ഞാൻ അതിൽ വളരെ സന്തുഷ്ടനാണ്. ഞാനും കുറെ കാലമായിട്ട് അദ്ദേഹത്തെ കിട്ടണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ. അവ രണ്ടാളെ മുറാദ് ഹാസിലല്ലോ, ആരോ ഒരാളെ തവസ്സുലോ ഇസ്തിഗാസയോ എന്തോ ഒന്ന് സ്വീകരിച്ചിട്ടുണ്ടാവും. അൽഹംദുലില്ലാഹ് ഖൈർ. പിന്നെ നിന്നോട് തന്നെ എന്ന് മുസ്ലിയാർ പറയുന്നു. നിന്നോട് തന്നെ ഞാൻ അർത്ഥം വെച്ചതല്ല, നിങ്ങളെ പരിഭാഷയിൽ KNM പ്രസിദ്ധീകരിച്ച പരിഭാഷയിൽ എഴുതിയ അർത്ഥാണത്. നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. എന്റെ അർത്ഥമല്ല, സംശയമുണ്ട് ഇവിടെ പരിശോധിക്കാമല്ലോ. നിങ്ങളെ ഖുർആൻ പരിഭാഷ എന്റെ കയ്യിലുണ്ട്. ഇതില് നിങ്ങൾ തന്നെ എഴുതിയതാണ്, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അപ്പൊ നിന്നോട് തന്നെയാണ് നിങ്ങൾ എഴുതിയതാണ്. അതിന് എന്നോട് തന്നെ വെറുപ്പിടിച്ചാൽ കാര്യമില്ലല്ലോ. അപ്പോ നിങ്ങളെ പരിഭാഷയിൽ നിങ്ങൾ എഴുതിയതാണ്. പിന്നെ ഒരു കാര്യം, എനിക്കിഷ്ടപ്പെട്ട സൈസ് ചോദ്യം അദ്ദേഹം ചോദിക്കണം എന്ന് പറയുന്നതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇന്നതെന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഞാൻ മറുപടി തരാമെന്നാണ്. നിങ്ങൾ ഇന്നതെന്ന് പറഞ്ഞ് ചോദിക്കണം, അല്ലാതെ മൊത്തത്തിൽ നിങ്ങൾ ചോദിക്കാൻ. ഞാൻ ഇതിന്റെ ലീസ്റ്റ് എന്ന് പറയൂ, അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അല്ലാത്തവരോട് ചോദിക്കേണ്ട കാര്യം. അത് ലീസ്റ്റ് ഒന്ന് തരൂ നിങ്ങൾ. ഞങ്ങളെ വിനയത്തോടെ പറയാൻ, അതിൽ തർക്കമൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് പിന്നൂടെ. അതുകൊണ്ട് ഞാൻ ആ ലീസ്റ്റ് ഒന്ന് തരൂ. എന്റെ ചോദ്യം, നിങ്ങളെ ചോദ്യം, അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിനോട് തന്നെയാണ് സഹായം ചോദിക്കേണ്ടത് സർവ്വ വിഷയങ്ങളിലും. നിങ്ങൾ അവിടെ അത് രണ്ട് വിഭജിച്ചു. ചില കാര്യത്തിൽ അള്ളാഹിനോട്, ചിലത് സൃഷ്ടികളോട്. അങ്ങനെയല്ല. ഇയ്യാക നസ്തഈൻ എന്നതിന്റെ അർത്ഥം
നിന്നോട് തന്നെ സർവ്വകാര്യങ്ങളിലും സഹായം ചോദിക്കുന്നു എന്നാണ് ഖുർആന്റെ തഫ്സീർ മുഫസ്സിരീങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞത്. അത് നിങ്ങളും ഒരു വിഭാഗം അള്ളാഹിനോട്, ഒരു വിഭാഗം സൃഷ്ടികളോട് എന്ന് പറഞ്ഞു. അത് തൗഹീദിനെതിരാണ്. മുഴുവൻ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞതിനെതിരാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ നിന്നുപോയല്ലോ, അത് കേൾക്കണമെന്ന് നിങ്ങൾക്ക് ഉണ്ടാവില്ല, അത് ഞാൻ വായിച്ചു കേൾപ്പിച്ചേ കേട്ടോളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താവൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായിത്തീരുന്നു. ഇനി ബാക്കി കേട്ടോളൂ. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇനി അങ്ങനെ ഒരക്രമം, അതാകട്ടെ അവനവനോട് തന്നെ ചെയ്യുന്ന വമ്പിച്ച അക്രമവുമാണ്, ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അതിന് ന്യായീകരണമുണ്ടാക്കുകയോ ഒഴിവുകഴിവുകൾ സമർപ്പിക്കുകയോ അല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവര് ചെയ്യേണ്ടത്. അതോടുകൂടി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അല്ലാഹു അറിയിക്കുന്നത്. അപ്പൊ നബിയുടെ കാലത്തേക്ക് മാത്രം അല്ല, ഇത് കേരള നദ്വത്തുൽ മുജാഹിദിന്റെ പ്രസിദ്ധീകരണമായ ഖുർആൻ പരിഭാഷയാണ് വായിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ ശേഷം സുന്നത്തിനെതിരായ ഒരു സുന്നത്ത് വിട്ടുപോയാൽ, ഒരഊദ് ഓതാൻ വിട്ടുപോയാൽ വരെ നിസ്കാരത്തിൽ റസൂലുള്ളാഹിനോട് പറഞ്ഞോളണം, എന്റെ റസൂലുള്ള ശഫാഅത്ത് ചെയ്യണം, എന്നാ പുറത്തു കിട്ടുമെന്ന് നിങ്ങളെ പരിഭാഷയിൽ നിങ്ങൾ എഴുതിയതാണ്, ഞാൻ എഴുതിയതല്ല. അപ്പൊ നിങ്ങൾ നേർക്ക് നേരെ എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ സാധാരണ ഖണ്ഡന പ്രസംഗത്തിൽ പറയുന്നൊന്നും ഇവിടെ ഞങ്ങളെ മുന്നിൽ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ സന്തോഷം എന്നെ കിട്ടിയതിൽ അൽഹംദുലില്ലാഹ് ഖൈർ, ഇനി എന്നെ കിട്ടിയത് എനിക്ക് സന്തോഷമുണ്ട്, അതിലെനിക്കും ഖൈറുണ്ട്. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ സാധിച്ചല്ലോ, അതിലെനിക്കും ഖൈറുണ്ട്. ഇവിടെ വന്ന ആളുകളൊക്കെ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി വന്നവരാണ്, തർക്കം കൂടുന്നത് കേൾക്കാൻ വേണ്ടി വന്നവരല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വാക്ക് തർക്കങ്ങളല്ല നമ്മളെ വിഷയം. എന്റെ ചോദ്യം നമ്മുടെ സുഹൃത്ത് പേരോട് സഖാഫിയെ കുറിച്ച് അല്പം വിഷമിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് മറുപടി അറിയാൻ കഴിയുന്നില്ല. അദ്ദേഹം കുറെ ശ്രമിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ മറുപടി ഇല്ല അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം അമാനി മൗലവിയുടെ പരിഭാഷ എടുത്തൊന്ന് വായിച്ചു നോക്കിയതാണ്. നേരത്തെ അദ്ദേഹം ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അല്പം അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നത്. ഞാനങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചല്ല, അദ്ദേഹം തുടങ്ങി വെച്ചതുകൊണ്ടാണ്. ഏതായിരുന്നാലും മധ്യസ്ഥന്മാർ ഇടപെട്ടു, എന്റെ ഒരു മിനിറ്റും പോയി, ആയിക്കോട്ടെ. ഇദ്ദേഹം വായിച്ചല്ലോ നമ്മുടെ പരിഭാഷയിൽ നിന്ന്, അതിന്റെ അപ്പുറം കൂടി ഞാൻ വായിക്കാം. ഇപ്പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തുള്ളവരെ സംബന്ധിച്ചാണെന്ന് വളരെ വ്യക്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെല്ലലും അവിടുന്ന് പാപമോചനം തേടലും അവിടുത്തെ ജീവിതകാലത്ത് മാത്രമാണല്ലോ സാധ്യമാവുക. എന്തു പാപം ചെയ്താലും റസൂൽ തിരുമേനിയുടെ ഖബറിൽ ചെന്ന് സങ്കടം പറഞ്ഞാൽ മതിയെന്നും മറ്റുമുള്ള ചില അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നീതീകരണം ഉണ്ടാക്കാൻ വേണ്ടി ചില തൽപര കക്ഷികൾ ഈ വചനം ദുരുപയോഗപ്പെടുത്താറുണ്ട്. നബിയുടെ കാലശേഷം തിരുമേനിയുടെ ഖബറിൽ ചെല്ലുന്നതും ജീവിതകാലത്ത് അവരുടെ സന്നിധിയിൽ ചെല്ലുന്നതും ഒരുപോലെയാണെന്ന് അവർ ജൽപ്പിക്കുന്നു. ഇത് തികച്ചും നിരർത്ഥകമാണെന്നുള്ളതിരിക്കട്ടെ. അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇവർക്ക് വേണ്ടി പാപമോചനം തേടുക എന്ന ഉപാധി ജീവിതകാലത്തെ പൂർത്തിയാകൂ എന്ന് പറയേണ്ടതില്ല. അപ്പൊ അപ്പുറം വായിച്ചാൽ വളരെ ക്ലിയർ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോഴേ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലലും റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും നടക്കുകയുള്ളൂ. അതുകൊണ്ട് അതൊന്നും വിഷയത്തിൽ തെളിവല്ല. ഞാൻ എന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. എന്റെ ചോദ്യം, അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, അതിന്റെ തെളിവ് പറയാം. അങ്ങനെ പറ്റുകയില്ല, അള്ളാഹിനോട് ചോദിക്കുന്ന പല കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റൂല, ചില കാര്യങ്ങൾ പറ്റും, അങ്ങനെയാണെങ്കിൽ അതിന് തെളിവ് പറയുക. രണ്ടും വളരെ വ്യക്തമായി പറയാൻ നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇവിടെ വെച്ചിട്ട് എല്ലാ അള്ളാഹുവിനോട് ചോദിക്കാം, ബദരീകളോട് ചോദിക്കാം, റസൂലിനോട് ചോദിക്കാം, മരിച്ച നബിമാരോട് ചോദിക്കാം എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ? അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? അമ്പിയാക്കളോടും ഔലിയാക്കളോടൊക്കെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മമ്പലത്തെ തങ്ങളെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ, ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മുസ്ലിം സമുദായത്തിൽ നടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന്. ഖുർആൻ പരിഭാഷയിലേക്ക് തിരിഞ്ഞാല് ഞങ്ങൾക്ക് ഒരു പരിഭാഷ, രണ്ട് പരിഭാഷ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുള്ളൂ. നിങ്ങളെ 8 പരിഭാഷ ഞങ്ങളെ കയ്യിലുണ്ട്.
മനസ്സിലായില്ലേ? നിങ്ങൾ കൂടിയിരുന്നപ്പോൾ എഴുതിയതും അതിനുശേഷം എഴുതിയതും എല്ലാ പരിഭാഷയുണ്ട്. ഖുർആൻ പരിഭാഷയുടെ വിനകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉസ്താദ് എഴുതിയതുണ്ട്. ആ വിനയിലൂടെ അദ്ദേഹം പഠിപ്പിച്ചെന്നത് നിങ്ങളാണ് നടപ്പിലാക്കുന്നത് എന്നും ഇപ്പോ പരിഭാഷകൾ നമ്മൾ എടുത്ത് പ്രയോഗിക്കുമ്പോ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് അവർക്കൊരു തെറ്റ് സംഭവിച്ചപ്പോ അവരോട് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്ന് റസൂൽ അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അവരും അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. പാപം പൊറുക്കാൻ രണ്ടു കൂട്ടരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അതാണ് അതിന്റെ വിഷയം. ഇന്നലമു എന്നാണ് ആ തെറ്റ് സംഭവിച്ചപ്പോൾ, അല്ലാതെ ഇതാളരമു എന്നല്ല. തെറ്റ് സംഭവിക്കുമ്പോഴൊക്കെ പോയിക്കൊണ്ടിരിക്കണം എന്നില്ല. അങ്ങനത്തെ ഒരു കുമ്പസാരത്തിന്റെ ഏർപ്പാട് മുസ്ലിം സമുദായത്തിനില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികള് അവർക്ക് എന്ത് തെറ്റ് സംഭവിച്ചാലും റസൂലുള്ളാഹിന്റെ അടുത്ത് പോകുന്ന പതിവുണ്ടായിരുന്നില്ല. അങ്ങനെ മുഫസ്സിറുകൾ ആരും പറഞ്ഞിട്ടുമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പ്രത്യേകം പറഞ്ഞത്, അവിടുത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവിടുത്തോട് കാണിക്കുന്ന അനുസരണക്കേട് കൂടുതൽ ഗുരുതരമായ പാതകമായിരിക്കും. അതുപോലെ അവിടുന്ന് ചെയ്യുന്ന പ്രാർത്ഥന നേരിൽ ലഭിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നത് അതിമഹത്തായ അനുഗ്രഹമാകുന്നു. ഇതാണ് ഇവിടെ പ്രത്യേകം മനസ്സിരുത്തേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ്, അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ? അപ്പോ മൗലവി കരുതിയ മറുപടി ഞാൻ പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹം അത് ഞാൻ പറയൂന്ന് വിചാരിച്ചൊരു മറുപടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. അത് ഞാനായോണ്ട് തന്നെ പറയാതിരുന്നത്. അപ്പോ അല്ലാതെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നത് അതിന്റെ ശേഷം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വാദം മുഴുവൻ വൈരുദ്ധ്യാണെന്നല്ലേ ഞങ്ങളെ അഭിപ്രായം തന്നെ. നിങ്ങൾ ആദ്യം പറഞ്ഞു എല്ലാ ഓരോ സത്യവിശ്വാസക്കും ബാധ്യതയാണ് ഈ ആയത്തിൽ പറഞ്ഞ കാര്യം. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മാത്രം അല്ല, വഫാത്തിന്റെ ശേഷം. ഞാനൊന്നുകൂടി വായിക്കാം, ശരിക്കും മൗലവി ഒന്ന് മനസ്സിലാക്കണോടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായി തീരുന്നു. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇനി അങ്ങനെ ഒരക്രമം, അതാകട്ടെ അവനവനോട് തന്നെ ചെയ്യുന്ന വമ്പിച്ച അക്രമവുമാണ്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അതിന് ന്യായീകരണമുണ്ടാക്കുകയോ ഒഴിവുകഴിവുകൾ സമർപ്പിക്കുകയോ അല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്. അതോടുകൂടി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അല്ലാഹു അറിയിക്കുന്നത്. അപ്പൊ അല്ലാഹു അറിയിക്കുന്നത് ഇതാണ്. പിന്നെ മുജാഹിദിന്റെ അഭിപ്രായം വേറുണ്ട് അതിന്റെ ശേഷം. അതാ നിങ്ങൾ വായിച്ചത്. മുജാഹിദിന്റെ അഭിപ്രായം എന്താ? അതിന്റെ ശേഷം പറഞ്ഞു. ഇപ്പറഞ്ഞത് റസൂൽ തിരുമേനിയുടെ കാലത്തുള്ളവരെ സംബന്ധിച്ചാണെന്ന് വളരെ വ്യക്തമാണ്. അതിന്റെ തെളിവ് ആയത്തല്ല, ഹദീസല്ല. കേട്ടോളൂ തെളിവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെല്ലലും അവിടുന്ന് പാപമോചനം തേടലും അവിടുത്തെ ജീവിതകാലത്ത് മാത്രമാണല്ലോ സാധ്യമാവുക. അയ്യോ, ഒരു ടിക്കറ്റ് എടുത്താൽ ആർക്കും കഴിയും. ആർക്കാണ് അതിന് കഴിയാത്തത്? അല്ലാത്ത സാധ്യമല്ല നിങ്ങൾ പറയുന്നു. എല്ലാ ദുബായും ഖത്തറിലൊക്കെ പോകുന്ന നിങ്ങൾക്ക് അവിടെ മാത്രം പോകാൻ സാധ്യമാകുന്നില്ലെന്നോ? അതിന്റെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യും പറഞ്ഞത് നബിയോട് പറയാൻ വേണ്ടി പോകുന്ന പരിപാടിയില്ല. നബിയോട് പറയാൻ വേണ്ടി വിളിച്ചാൽ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും, അതിനുവേണ്ടി വരൂ എന്ന് പറഞ്ഞ് കപട വിശ്വാസികളെ വിളിച്ചാൽ ലൗറൂസഹും അത് സാധ്യമല്ല, തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂന അവർ പിരിഞ്ഞു പോകുന്നത് കാണാം. എന്തുകൊണ്ട്? വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ അവർ കിബറന്മാരാണ്. ഞങ്ങളെ പഠിച്ചവനോട് ഞങ്ങൾ എത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അല്ലാഹു മതി, അതിനിടയ്ക്ക് ഒരു നബിന്റെ ശുപാർശ വേണ്ട എന്ന അഹങ്കാരമാണ് എന്ന് ഖുർആൻ കപട വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ വ്യക്തമാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പൊ സാധിക്കൂല എന്നാ പറഞ്ഞത്, ഖുർആൻ ഉണ്ട് എന്നല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താണ്? കേട്ടോളൂ. എന്ത് പാപം ചെയ്താലും റസൂൽ തിരുമേനിയുടെ ഖബറിങ്കൽ ചെന്ന് സങ്കടം പറഞ്ഞാൽ മതിയെന്നും മറ്റുമുള്ള ചില അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നീതീകരണം ഉണ്ടാക്കുവാൻ വേണ്ടി ചില തൽപര കക്ഷികൾ ഈ വചനം ഉപയോഗപ്പെടുത്താറുണ്ട്. അതെങ്ങനെ? നബിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ മാത്രം പോരല്ലോ, റസൂലുള്ളാഹിനോ അള്ളാഹിനോടും പുറത്തെല്ലാം ചോദിക്കണമെന്ന് അവിടെ തന്നെ ഇല്ലേ? അങ്ങനെ ഒരു തൽപര കക്ഷിയും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ അനുയായികളെ വഞ്ചിക്കാൻ വേണ്ടി നിങ്ങൾ എഴുതിണ്ടാക്കിയതാണ്.
റസൂല് ശുപാർശയും ചെയ്യണം. അള്ളാഹിനോട് വർക്കൽ ചോദിച്ചാൽ വേറെ നടക്കുകയും വേണമെന്നാ. പിന്നെന്ത് തൽപര കക്ഷിയാണ് അവിടെ? പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താ? ജീവിതകാലത്ത് അവിടുത്തെ സന്നിധിയിൽ ചെല്ലുന്നതും അതും ഒരുപോലെയാണെന്ന് ജൽപ്പിക്കുന്നു. ഇത് തികച്ചും നിരർത്ഥകമാണെന്നുള്ളത് ഇരിക്കട്ടെ. എന്തുകൊണ്ട് നിരർത്ഥകമാണ്? അങ്ങനെ അപേക്ഷിച്ചാൽ തന്നെയും റസൂൽ തിരുമേനി ഇവർക്ക് വേണ്ടി പാവനം തേടുക എന്ന ഉപാധി ജീവിതകാലത്തെ പൂർത്തിയാകുമെന്ന് പറയേണ്ടതില്ല. നിങ്ങളെ വർക്കൽ ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഖുർആനിൽ പറഞ്ഞത് എന്താണെന്നതാണ് ഞങ്ങൾ ആവശ്യം. ഖുർആൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയുന്നു ഖൗലുൽ മൗലവി ലൈസ ബിഹുജ്ജത്തിനല്ലേ? മൗലവിയുടെ വാക്കുണ്ടോ ഇസ്ലാമിൽ തെളിവാകുന്നു? ഖുർആനെ തെളിവാവൂ, ഹദീസേ തെളിവാവൂ, ഇജ്മാഅേ തെളിവാവൂ, ഖിയാസേ തെളിവാവൂ. ഖുർആനിൽ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞത് പറയേണ്ടതില്ല. അങ്ങനെ പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ശരി, അത് നിങ്ങൾ പ്രസംഗത്തിൽ പറയാം. വാദപ്രതിവാദത്തിലേ ശരിയാവില്ല. വാദപ്രതിവാദത്തിൽ അപ്പുറവും ഇപ്പുറമൊക്കെ വായിച്ച് വിശകലനം ചെയ്യാനാണ് വാദപ്രതിവാദം. ഇപ്പൊ ഖുർആൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. അത് മുസ്ലിം സമുദായത്തിന് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇബ്നു കസീർ അടക്കം റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയി പറഞ്ഞതല്ലേ ഉദ്ധരിച്ചത്? ഖുർത്തുബി ഉദ്ധരിച്ചത്? ഇമാം റാസി അങ്ങനെയല്ലേ പറഞ്ഞത്? മുഹീദ്ദീൻ ശൈഖ് അങ്ങനെയല്ലേ പറഞ്ഞത്? മകള് കേട്ടല്ലോ. എന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? മൂപ്പര പ്രസംഗ അപ്രസംഗം ഇവിടെ നടത്തിയിട്ട് കാര്യമല്ല. നമുക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടാ വേണ്ടത്. നല്ല ഒച്ചയിലും മൂപ്പര് കയ്യും കാലൊക്കെ കാണിച്ച് പ്രസംഗിച്ചുകൊണ്ട് ഉത്തരാവില്ല. എന്റെ ചോദ്യം എന്താ? ഈ സദസ്യർക്കൊക്കെ മനസ്സിലാകുന്നത് എന്റെ ചോദ്യം. അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുന്നു. കാരണം ഞങ്ങൾ ഇവിടെ പറയുന്നത് മുഹയ്യദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് തേടുന്നത് ശിർക്കാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ കാര്യം സമർത്ഥിക്കാനാണ് ഞങ്ങളോട് വിഷയം അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അതിന്റെ ബാക്കി എനിക്ക് ചോദിക്കാനുണ്ട്. അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുമോ? അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ, അമാനി എന്താ ഉദ്ദേശിച്ചത് അതിന്റെ ബാക്കിൽ നിന്ന് ശേഷം ഞാൻ വായിച്ചു. അത് വായിച്ചപ്പോ മൂപ്പർക്ക് ഇപ്പൊ അത് പറ്റുന്നില്ല. മൂപ്പർക്ക് പറ്റിയത് മാത്രം വായിക്കാനാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ച വിഷയത്തില് പല വിഷയങ്ങളും കൂട്ടിക്കലർത്തി. ആ കൂട്ടിക്കലർത്തിയത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം അമ്പിയാക്കളോട് ചോദിക്കാം, നബിയോട് ചോദിക്കാം, എല്ലാരോടും ചോദിക്കാം, എന്തും ചോദിക്കാം എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം വിഷയം അവതരിപ്പിച്ചത്. അതിന് കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്റെ ആദ്യത്തെ 4 മിനിറ്റിൽ ഞാനത് പറഞ്ഞു. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ എന്ന് പറഞ്ഞതിന് ഐബിദുആഇക്കും എന്നാണ് തൊബരിയിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മുടെ തർക്കത്തിലുള്ള ഇസ്തിഗാസ. അതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച എത്തിക്കണമെങ്കിൽ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യമാണ് ഞങ്ങൾക്ക്. അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? പാടുണ്ടെങ്കിൽ പാടുണ്ട് എന്ന് പറയുക, അതിന്റെ തെളിവും പറയുക, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും. അങ്ങനെയാണല്ലോ. അല്ല, പാടില്ല. അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. ചില കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് അത് പറയണം? ഇന്ന കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് ചോദിക്കാൻ പാടുള്ളൂ, ഇന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാം. നമ്മൾ സൃഷ്ടികളോട് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കാറുണ്ട്. അങ്ങനെ സഹായിക്കാൻ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുമുണ്ട്. ഒരു സഹോദരൻ തന്റെ സഹോദരനെ സഹായിക്കുമ്പോ അള്ളാഹു നമ്മളെ സഹായിക്കും. പല കാര്യത്തിൽ നമ്മൾ പരസ്പരം സഹായിക്കാറുണ്ട്. അപ്പൊ മനുഷ്യന്മാർ പരസ്പരം പല കാര്യങ്ങളിലും സഹായം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമാണ് അദ്ദേഹം മൂസാ നബിയുടെ അനുയായിയും ഹിബിത്തിയും തമ്മിൽ തല്ലുകൂടിയപ്പോ മൂസാ നബിയെ കണ്ടപ്പോ മൂസാ നബിന്റെ കുടുംബക്കാരൻ വിളിച്ച് അദ്ദേഹത്തോട് സഹായം തേടി. മൂസാ നബി ചെന്നു, മൂസ മറ്റോനൊരു കുത്തുകൊടുത്തു, ഓന്റെ കഥ കഴിഞ്ഞു എന്നുണ്ട്. അത് സാധാരണ അർത്ഥത്തിൽ മനുഷ്യന്മാർ തമ്മിൽ ചീത്തലാണ്. അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതിന് ഉത്തരം കിട്ടിയാൽ ഈ ആയത്തെങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അതുപോലെ മഹ്ശറിൽ വെച്ച് വിചാരണ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ, ആളുകൾ വിഷമിക്കുന്ന സന്ദർഭത്തിൽ ആദം നബിയുടെ അടുത്തെല്ലും, ആദം നബി നോഹ് നബിയുടെ അടുത്ത് പോയിക്കോളൂ, അങ്ങനെ വന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് വരും. ഇത് നമ്മൾ കണ്ടത്. അപ്പൊ നേർക്കുനേരെ മഹ്ശറിൽ വെച്ച് കണ്ടപ്പോഴാണ്. അതാണ് അവിടുത്തെ ഇസ്തിഗാസ. അത് നമ്മുടെ തർക്ക വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. അതുപോലെ മിഅ്റാജ് രാവിൽ മറ്റു നബിമാരെ റസൂലുള്ളാഹിക്ക് പിന്നിൽ അണിനിരത്തി പുനർജീവിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവരോട് നേർക്കുനേരെ ചോദിക്കുകയാണ്. അതിനെ സംബന്ധിച്ചുമല്ല നമ്മുടെ തർക്കം. നമ്മുടെ തർക്കത്തിന്റെ മർമ്മം നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ പ്രാർത്ഥനയാകുന്ന ഇസ്തിഗാസ, അതാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ പറയുന്ന എന്തും ചോദിക്കാം, ആരോടും ചോദിക്കാം, നബിയോടും ചോദിക്കാം, മരിച്ചുപോയ അമ്പിയാക്കളോടും ചോദിക്കാം, ബദരീകളോടും ചോദിക്കാം. അതുകൊണ്ട് മുശ്രിക്കാവുകയില്ല, ശിർക്ക് ചെയ്ത് വരുന്നവരാവുകയില്ല. എങ്കിൽ ഞങ്ങൾ ചോദ്യം ആവർത്തിക്കുകയാണ്. ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് എന്റെ സുഹൃത്തിനോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പറ്റുമോ എന്നതാണ്. നിങ്ങളുടെ പരിഭാഷയിൽ തന്നെ നിങ്ങൾ ഓതിയ വലു അന്നഹും ഏതായിരുന്നാലും മൗലവിയുടെ ചോദ്യവും
എന്റെ മറുപടി നിഷ്പക്ഷമായി കേൾക്കുന്നവർ വിഷയം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടെന്ന് ഞാൻ സന്തോഷിക്കുന്നു. ഇപ്പോൾ ഞാൻ തെളിവുദ്ധരിച്ചത് നിങ്ങളുടെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് ആ പരിഭാഷയിൽ പറഞ്ഞത് വ്യക്തമായി ഞാൻ വായിച്ചു കേൾപ്പിച്ചപ്പോ നിങ്ങൾ അതിന്റെ ബാക്കി വായിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കാമെന്ന് മനസ്സിലാക്കി. അതും ഞാൻ വായിച്ചു. അള്ള പറയുന്നത് ഇങ്ങനെ, ഞങ്ങൾ പറയുന്നത് ഇങ്ങനെ. ഇങ്ങനെയാണ് നിങ്ങളുടെ പരിഭാഷയിലുള്ളത്. ഇതെങ്ങനെ മുസ്ലിമീങ്ങൾ നിങ്ങൾ ആശയം അംഗീകരിക്കുന്നതാണ് എന്റെ ചോദ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം അഥവാ വഫാത്തിന് ശേഷം നബിയുടെ സുന്നത്തൊഴിക്കുന്നവർക്കും ഈ ആയത്തിൽ പറഞ്ഞത് ബാധകമാണ്. തുടക്കത്തിലും പറഞ്ഞു എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധകമാണ്, ശേഷവും പറഞ്ഞു സുന്നത്തൊഴിക്കുന്നവർക്ക് ബാധകമാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞു നബിയുടെ ഖബറിന്റെ അടുക്ക പോകാൻ തന്നെ സാധ്യമല്ല, അത് പറയേണ്ടതില്ല. ഇതാണോ തെളിവ്? പറയേണ്ടതില്ല, സാധ്യമല്ല എന്ന് ഇസ്ലാമിന് തെളിവല്ല. ഖുർആൻ ഓതണം നിങ്ങൾ, ഹദീസ് വായിക്കണം നിങ്ങൾ, ഇജ്മാ ഉദ്ധരിക്കണം നിങ്ങൾ, ഖിയാസ് ബോധ്യപ്പെടുത്തണം നിങ്ങൾ. ഇതില്ലാതെ ഖുർആൻ ഇങ്ങനെ പറയുന്നു, നമുക്ക് സാധ്യമല്ല, നമുക്കത് പറയേണ്ടതില്ല, ഇങ്ങനെ പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. KNM പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷയാണത്, വ്യക്തികളുടേതല്ല. കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച പരിഭാഷയാണത്. ആ പരിഭാഷയിൽ ഒരൊറ്റ അക്ഷരം വിടാതെയാണത് വായിച്ചത്. ഒരൊറ്റ അക്ഷരം വിടാതെയാണ് നിങ്ങളെ മനസ്സിലാക്കിത്തന്നത്. നിങ്ങൾക്കിത് പഠിക്കാനൊരു അവസരമുണ്ടായതിൽ അൽഹംദുലില്ലാ. എനിക്കറിയാം നരകത്തിൽ കിടക്കണമെന്ന് മനസ്സിലാക്കി ഒരാൾ മുജാഹിദാവൂല. നിങ്ങൾ പറയുന്നത് അറബി ഭാഷ അറിയാത്ത, ഖുർആൻ അറിയാത്ത, ഹദീസ് അറിയാത്ത സാധാരണക്കാരെ തെറ്റിദ്ധരിച്ചു കുടുങ്ങിപ്പോവുകയാണ്. അതിനിങ്ങനെ ഒരു വേദി കിട്ടാൻ ഞാൻ കുറെ കാലമായി ആലോചിക്കുന്നു. നിങ്ങളെ ഇന്നേ വരെ കിട്ടിയില്ല, അൽഹംദുലില്ലാ. ഈ സംഘാടകർക്ക് പ്രത്യേകമുള്ള ആയുസ്സും ബർക്കത്തും നൽകട്ടെ. ഇതുപോലൊരു വേദി കിട്ടിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? KNMന്റെ പ്രസിദ്ധീകരണത്തിലുള്ള പരിഭാഷയിലുള്ള ഞാൻ വായിച്ചത്. ഏത് കാലത്തും അത് ബാധകമാണ്. മുഴുവൻ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാമോ? ഞാൻ വ്യക്തമായി പറഞ്ഞു, എല്ലാ കാര്യവും ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. അവിടെ വിവേചനത്തിന് ഒരു തെളിവുമില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നിർവഹിക്കുന്നു, നിന്നോട് തന്നെ സർവ്വകാര്യങ്ങളിലും ഞങ്ങൾ സഹായം ചോദിക്കുന്നു. സർവ്വകാര്യങ്ങളിലുമെന്നാണ് റാസിയിലുള്ളത്, സർവ്വകാര്യങ്ങളുമെന്നാണ് ഇബ്നു കസീറിലുള്ളത്, സർവ്വകാര്യങ്ങളിലുമെന്നാണ് തിബ്രിയിലുള്ളത്, സർവ്വകാര്യങ്ങളുമെന്നാണ് ഖുർത്തുബിയിലുള്ളത്. ലോകത്തുള്ള മുഴുവൻ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും സർവ്വ വിഷയങ്ങളിലും അല്ലാഹുവിനോട് തന്നെ സഹായം ചോദിക്കുന്നു എന്ന് ഫാത്തിഹയിൽ ആവർത്തിച്ചു പറയുന്ന നിങ്ങൾ രണ്ടാക്കി വിഭജിച്ച് ചിലത് അല്ലാഹുവിനോട്, ചിലത് സൃഷ്ടികളോട്, ഈ വിഭജനത്തിന് ഏതായത്താണ് നിങ്ങൾക്ക് തെളിവുള്ളത്? ഞാൻ ചോദിച്ചു കളയുന്നു ഞങ്ങൾ പറയുന്നത്. ചോദ്യത്തിലൂടെ ഖുർആനിൽ എത്ര മറുപടിയുണ്ട്? ചോദ്യത്തിലൂടെ മറുപടി പറയാറില്ലേ? ഞാൻ ചോദ്യത്തിലൂടെയാണ് മറുപടി പറയുന്നത്. നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. നിങ്ങൾ എഴുതുന്നത് എല്ലാം വൈരുദ്ധ്യമാണ്. മക്കാ മുശ്രിക്കുകളോട് ആരാണ് ആകാശത്ത് പടച്ചത്, ആരാ റിസ്ക് തരുന്നത്? അല്ലാഹ്. എന്നാൽ നിങ്ങളെന്താ അല്ലാഹ് കാലാതിൽ ആയില്ലായിരുന്നു പറയാത്തത്? അത് ഞങ്ങളില്ല. ഇത് വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യം ഖുർആൻ തെളിയിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെ പരിഭാഷയിൽ എഴുതിയ വൈരുദ്ധ്യം ഞാനും ഇതാ ഖുർആൻ പിടിച്ചുകൊണ്ട് തെളിയിക്കുകയാണ്. മക്കാ മുശ്രിക്കുകളുടെ വാദങ്ങൾ മുഴുവനും വൈരുദ്ധ്യമായതുപോലെ മുജാഹിദിന്റെ വാദങ്ങൾ മുഴുവനും വൈരുദ്ധ്യമാണ്. ആദ്യം എഴുതുന്നതൊന്ന്, പിന്നെ പറയുന്നതൊന്ന്. ഖുർആൻ എങ്ങനെ പഠിപ്പിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ പറയുന്നു. ഇതാണോ ഇസ്ലാം ദീൻ? ഇസ്ലാം ഖുർആനിനെ അംഗീകരിക്കലാണ് ഇസ്ലാം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. അങ്ങനെയാ ഹജ്ജത്തുൽ റസൂൽ അലൈക്കും, നിങ്ങൾ മുറുകെ പിടിച്ചോളണം. അതെ, തറക്തു ഫീകും അംറൈനി ലൻ തദല്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. അല്ലാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കണം, റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. ഖുർആൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് നിങ്ങളുടെ പരിഭാഷയിൽ പറയുന്നു, ഞങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് പറയും. ഖുർആൻ വിട്ടുകൊണ്ടെന്ത് ഇസ്ലാം? ഖുർആൻ വിട്ടുകൊണ്ടെന്ത് ആശയം? അതുകൊണ്ട് ഖുർആനിലെ ഈ ആശയത്തെ എതിർക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് തെളിവ്? ഖുർആനാണ് ഞാൻ ഉദ്ധരിച്ചത്. നിങ്ങൾക്ക് ഖുർആൻ ഞാൻ അർത്ഥം പറഞ്ഞാൽ ദുർവ്യാഖ്യാനം ചെയ്തു നിങ്ങൾ പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ പരിഭാഷ വായിച്ചത്. ഞാനല്ലല്ലോ എഴുതിയത്. നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ പരിഭാഷയല്ലേ. അപ്പൊ മൂപ്പര ഉത്തരത്തിന്റെ സൗകര്യത്തിന് എന്റെ ചോദ്യം ഒന്ന് മാറ്റി. സൃഷ്ടികളോട് ചോദിക്കുന്ന എല്ലാ കാര്യവും അള്ളാഹിനോട് ചോദിക്കാമോ എന്നല്ല എന്റെ ചോദ്യം. അതാണ് മൂപ്പര് ചോദ്യം നേരെ മറിക്കാം.
അള്ളാനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുന്ന എല്ലാ കാര്യവും അള്ളാനോടാ ചോദിക്കേണ്ടതെന്ന് ഇവർ ഇടയ്ക്ക് പറയുന്നുണ്ട്. എന്നാ അതുകൊണ്ട് തുറന്നു പറഞ്ഞാൽ നിങ്ങള് അള്ളാഹുവിനോട് ചോദിക്കണം എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹിനോട് ചോദിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്താണ് അള്ളാഹു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാ എന്ന് പറയണോ? അതല്ലെങ്കിൽ മനുഷ്യന്മാർ പരസ്പരം പല കാര്യങ്ങളും ചോദിക്കുമല്ലോ. എന്റെ ചോദ്യം സൃഷ്ടികളോട് ചോദിക്കുന്ന എല്ലാ കാര്യവും അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുമോ എന്നല്ല. അടിവരയിട്ട് മനസ്സിലാക്കണം. അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ എന്നാണ്. മൂപ്പര് പറയുന്നുണ്ട് ചിലത് അള്ളാഹുവിനോട് ചിലത് സൃഷ്ടിനോട് എന്ന വിഭജനം ഇല്ല. ശരി, അപ്പൊ എല്ലാ കാര്യം അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അപ്പൊ അള്ളാഹിനോട് ചോദിക്കണമൊക്കെ സൃഷ്ടികളോട് കൂടി ചോദിക്കാൻ പാടുണ്ടോ? അതുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ചോദ്യം മാറ്റിമറിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ മുഖാമുഖം ഇരിക്കുകയാണ്. എന്റെ ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ എന്നാണ്. അല്ലാതെ സൃഷ്ടികളോട് ചോദിക്കുന്ന കാര്യമൊക്കെ അള്ളാഹിനോട് ചോദിക്കാൻ പാടുണ്ടോ എന്നല്ല. പിന്നെ കേന്ദ്രം ഇറക്കിയ പരിഭാഷ മൂപ്പർക്ക് വിഷയത്തിന് ഉത്തരം കിട്ടാതെ മൂപ്പര് കേന്ദ്രം പരിഭാഷ ഉണ്ടെന്ന് ഗണ്യു നോക്കിയതാ. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഓരോ വ്യക്തിയും അവരെ നിരുപാധികം അനുസരിക്കൽ നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഓരോ സമുദായത്തിലേക്ക് ദൈവദൂതന്മാരെ അയച്ചു എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ, അടിവരട്ട് മനസ്സിലാക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായിത്തീരുന്നു എന്ന് ബ്രാക്കറ്റിൽ പറയാണ്. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇനി അങ്ങനെ അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ പറയാണ് ഇനി അങ്ങനെ ഒരു അക്രമം അതാകട്ടെ അവനവനോട് തന്നെ ചെയ്യുന്ന വമ്പിച്ച അക്രമവുമാണ്. റസൂലുള്ള ജീവിച്ചിരിക്കെ റസൂലുള്ളാഹിനോട് വിധി തേടിപ്പോകാതെ ജൂത നേതാവിന്റെ അടുത്ത് വിധി തേടിപ്പോകല് അവനവനോട് കൂടി ചെയ്യുന്ന അക്രമമാണ്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അത് ന്യായീകരണം ഉണ്ടാക്കുകയോ ഒഴികഴിവുകൾ സമർപ്പിക്കുകയല്ല, മറിച്ച് റസൂൽ തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്. അതോടുകൂടി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹുവിற்கு പുറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നത്. റസൂലുള്ളാഹിനോട് ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബത്ത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് അത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട തവസ്സുലാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എനിക്കൊന്നു വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയാറുണ്ട്. അത് തെറ്റ, അതിനെ സംബന്ധിച്ച് ഇവിടെ തർക്കമല്ല. അത് തവസ്സുലുമായി നമുക്ക് വാദപ്രതിവാദം നടത്തുമ്പോൾ അവിടെ പറയാം. ഇവിടെ ചോദിക്കുന്ന പ്രശ്നം ഇസ്തിഗാസയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടേണ്ടതുണ്ട്. നിങ്ങൾ ഇടയ്ക്ക് പറഞ്ഞു ചിലത് സൃഷ്ടികളോട് ചിലത് അള്ളാഹുവിനോട്. അങ്ങനെ വ്യത്യാസമല്ല, എല്ലാം അള്ളാഹുവിനോടാണ്. അപ്പൊ സൃഷ്ടികളോട് ചോദിക്കുന്ന എല്ലാ കാര്യവും അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല, അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ലെങ്കിൽ പാടുണ്ട്, അത് വ്യക്തമായി നിങ്ങൾ പറയുകയും അതിന്റെ തെളിവ് തരികയും വേണം. ഞങ്ങളുടെ ചോദ്യം വളരെ വ്യക്തമാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തെളിവ് തിരിച്ചു പറയാം. ഇല്ല, അങ്ങനെ പാടില്ല. അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാം സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. ചിലതൊക്കെ സൃഷ്ടികളോട് ചോദിക്കാം, ചിലർ അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. എങ്കിൽ അത് തുറന്നു പറയുക, അതിനും തെളിവ് ധരിക്കുക. എന്നാൽ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടും. അല്ലാതെ മുജാഹിദ് പരിഭാഷ വായിച്ച് നേരം കളഞ്ഞതുകൊണ്ട് വിഷയം നമുക്ക് വ്യക്തമാവുകയില്ല. ഇവിടെ കൂടിയിട്ടുള്ള ആളുകൾ സംഗതികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മൾ തമ്മിലുള്ള തർക്കത്തിന്റെ മർമ്മം അതാണ്. നേരം കളയാനല്ല നമ്മളെ ഈ പരിപാടി. നല്ല തിരക്കുള്ളവരാ നമ്മളൊക്കെ. നിങ്ങളും തിരക്കുള്ളവരായിരിക്കും. നമ്മളെ ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്തു. നിങ്ങളാ വായിക്കുമ്പോ ഇടയ്ക്ക് നിങ്ങളെ വകയിൽ ഒരു വാചകം കൂട്ടിച്ചേർത്തു. നിങ്ങളെ പരിഭാഷ നിങ്ങൾ വായിക്കുമ്പോ ഇടയ്ക്ക് കൂട്ടിച്ചേർത്തു. പരിശോധിക്കണത് നിങ്ങളവിടെ കൂട്ടിച്ചേർത്തില്ല. സാധാരണ നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് സ്റ്റേജുമേൽ. അത് ഞങ്ങളെ മുന്നിൽ നടക്കൂല. നിങ്ങളവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇല്ലെന്ന് വേണമെങ്കിൽ ഒന്ന് കേസറ്റ് പരിശോധിച്ച് നോക്കാം. നിങ്ങളെ പരിഭാഷ വായിക്കുമ്പോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ചെയ്യുന്ന പണിയാണത്. അത് ഞങ്ങളെ മുന്നിൽ വെച്ച് സംഭവിച്ചാൽ ഞങ്ങൾ പിടിക്കും. ഞങ്ങളിവിടെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ കേസറ്റുകളിലുണ്ട്. ഞാൻ പറയാം കേട്ടോളൂ. ഇവിടെ എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ വായിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താവൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായിത്തീരുന്നു. ബ്രാക്കറ്റില് റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ.
ഇനി അങ്ങനെയാണ് പിന്നെ ഇതിലുള്ളത്. അവിടെ അയാൾ എന്ത് ചെയ്തു എന്നറിയോ? വായിക്കുമ്പോ അദ്ദേഹം ഒന്ന് കൂട്ടിച്ചേർത്ത്. എന്താ കൂട്ടിച്ചേർത്തത്? അങ്ങനെ നബിയുടെ കാലത്ത് വല്ലതും ചെയ്തു പോയെങ്കിൽ ഒരു കൂട്ടിച്ചേർക്കൽ. അത് ശരിയല്ലല്ലോ. നിങ്ങളെ മുന്നിൽ വെച്ച് ചെയ്ത് ശരിയല്ലല്ലോ. അങ്ങനെ അതിലില്ല, ആ പരിഭാഷയിലില്ല. ആരും നമ്മളെ അച്ചടക്കം പാലിച്ചുകൊണ്ട് മാത്രമേ വിഷയം കേൾക്കാവൂ, കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യരുത്. വിനയത്തോടെ ഞാൻ പറയാം, ഉള്ളതേ വായിക്കാവൂ, ഒന്നും കൂട്ടിച്ചേർക്കരുത്, ഒന്നും കുറക്കരുത്. വേണമെങ്കിൽ ഈ പരിഭാഷ പിൻവലിക്കാം നിങ്ങൾ, എന്നിട്ട് അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ വിട്ടുപോയി നിങ്ങൾക്ക് പറയാം. അല്ലാതെ ഞങ്ങളെ മുന്നിൽ വെച്ച് കൂട്ടിച്ചേർക്കരുത്. വിനയത്തോടെ പറയാം. ഇത് സദസ്സിന് മനസ്സിലാകാനല്ലേ നമ്മൾ ചെയ്യുന്നത്? സദസ്സിന് മനസ്സിലാകാതെ ആയിക്കൂലെ നിങ്ങൾ കൂട്ടിച്ചേർത്ത വാചകം ഏതാണെന്ന്? അങ്ങനെയൊന്നും അവിടെ ഇല്ല. ഇവിടെ ഉള്ളത് ഒന്നുകൂടി ഞാൻ വായിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായി തീരുന്നു. ഇൻ ബ്രാക്കറ്റ്സ്, റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇനി അങ്ങനെ ഒരക്രമം, അതാകട്ടെ അവനവനോട് തന്നെ ചെയ്യുന്ന വമ്പിച്ച അക്രമവുമാണ്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അതിന് ന്യായീകരണമുണ്ടാക്കുകയോ ഒഴിവ് കഴിവുകൾ സമർപ്പിക്കുകയോ അല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നത്. അപ്പൊ അള്ളാഹ് അറിയിക്കുന്നത് അങ്ങനെ, റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ട് ശുപാർശ കിട്ടണം, അപ്പൊ പുറത്തു കിട്ടും. പിന്നെ നിങ്ങളെ വകയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഖുർആനിന് ബാധകമല്ല, മുസ്ലിം സമുദായത്തിന് ബാധകമല്ല. നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ശിർക്ക് ചെയ്തവരാണ്, മുശ്രിക്കീങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ശ്രമം, അത് ഇവിടെ ഞങ്ങളെ മുന്നിൽ വെച്ച് നിങ്ങളില്ലാത്തത് കൂട്ടി വായിച്ചത് ശരിയായില്ല. മാനമായ ഭാഷയിൽ ഞാൻ പറയാം, അത് ശരിയായില്ല. ഇനി ഞാൻ പറയട്ടെ, ഞങ്ങളോട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആവർത്തിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. തെളിവ് മുഖേനയല്ലാതെ ഞാനൊരു വാക്ക് സംസാരിക്കില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നിർവഹിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ. നിന്നോട് തന്നെ സർവ്വകാര്യങ്ങളിലും ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അള്ളാഹുവിനോട് തന്നെയാണ് മുഴുവൻ വിഷയത്തിൽ ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. സഹായത്തിന്റെ കാരണക്കാരെന്ന നിലക്ക് ഞങ്ങളെ നേതാക്കന്മാരെ ഞങ്ങൾ വിളിക്കുന്നു, പറയുന്നു. അത് ഞങ്ങളോട് ഖുർആൻ നിർദ്ദേശിച്ചതാണ്. തെറ്റ് ചെയ്തു പോയാൽ റസൂലുള്ളാഹിനോട് പറയണം, നബിയുടെ ശുപാർശ വാങ്ങണം, ചോദിക്കണം. ഖുർആൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നു. എവിടെയാണ് ഇവിടെ ശിർക്ക് വരുന്നത്? എവിടെയാണ് ഇവിടെ അപാകതയുള്ളത്? ശിർക്ക് പോയിട്ട് കറാഹത്ത് വരുന്നുണ്ടോ? ഖിലാഫുൽ ഔല വരുന്നുണ്ടോ? ഇത് അള്ളാഹ് കൽപ്പിച്ചത് സ്വീകരിക്കുകയല്ലേ? അള്ളാഹ് കൽപ്പിച്ചതുപോലെയല്ലേ മുസ്ലിം ജീവിക്കേണ്ടത്? ഇവിടെ എവിടെയാ ശിർക്ക് വരുന്നത്? പിന്നെ അള്ളാഹുവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? അപ്പൊ കുറെ സൃഷ്ടികളോട് ചോദിക്കാമെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാ എന്തൊക്കെയാ ചോദിക്കാവുന്നത്? നിങ്ങൾ ഈ സദസ്സിൽ പറഞ്ഞു കൊടുക്കൂ. മുഹീദ്ദീൻ ശൈഖിനോട് എന്തൊക്കെയാ ചോദിക്കാവുന്നത്? റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടാമെന്ന് പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട സദസ്യർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? അതിന് മൂപ്പർക്ക് ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ട് വലവല്ലവും ഇന്നലവുമില്ല പരിഭാഷ വായിച്ചിട്ട് മൂപ്പർ നേരം കളയാണ്. അമാനി മൗലവി അവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു. അത് ബ്രാക്കറ്റ്, മൂപ്പർ നേരത്തെ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞില്ല. ആളുകളെ കയ്യിൽ പരിഭാഷ അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് എടുത്ത് പറഞ്ഞു. ബ്രാക്കറ്റ് എന്ന് ഞാൻ ഇതിന്റെ ഇടയിൽ പറഞ്ഞു, അതും കൂട്ടിച്ചേർത്ത് എന്ന് പറഞ്ഞൂടാനോ? അവിടെ ബ്രാക്കറ്റ് എന്നില്ല എന്ന് പറഞ്ഞൂടെ? എന്നിട്ട് ഞാൻ വിശദീകരിച്ചൊരു വാചകം എടുത്തിട്ട് ജീവിതകാലത്ത് അതതിലില്ല. ഞാൻ അടുത്ത പാരഗ്രാഫിൽ തന്നെ അദ്ദേഹം അമാനി മൗലവി അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താന്ന് വ്യക്തമായി പറഞ്ഞു. നിലവിലുള്ളപ്പോൾ എന്ന വാചകം ഞാൻ വിശദീകരിച്ചതാ. ഇപ്പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തുള്ളവരെ സംബന്ധിച്ചാണെന്ന് വളരെ വ്യക്തമാണ്. അതിനെന്താ ഇപ്പൊ കൂട്ടിച്ചേർത്തത്? ജീവിതകാലത്ത് എന്ന് പറഞ്ഞതല്ല, ജീവിതകാലത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് ചില ആളുകൾ റസൂലുള്ളാഹിനോട് വിധി ചോദിക്കാതെ യഹൂദി നേതാവിന്റെ അടുത്ത് പോയി.
അത് നബിയെ വിഷമിപ്പിക്കലാണ്. അതുകൊണ്ട് നബിയുടെ അടുത്ത് വന്നിട്ട് അവർ നബിയോട് പൊരുത്തം വാങ്ങണം. അതായത് റസൂലെ തെറ്റുപറ്റിപ്പോയതാണ്, അതുകൊണ്ട് റസൂല് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യണം, ഞങ്ങളും അള്ളാഹിനോട് ദുആ ചെയ്യാം. രണ്ടു കൂട്ടരും ദുആ ചെയ്യുന്ന അള്ളാഹിനോടാണ്. നിങ്ങൾ പറഞ്ഞ റസൂലിനോട് പാപമോചനം തേടാന്നല്ലേ? നിങ്ങൾ അങ്ങനെ ഖുർആൻ നിങ്ങളുടെ പുസ്തകത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പുസ്തകത്തിൽ നിങ്ങൾ തിരുത്തു കൊടുത്തില്ലേ? ഖുർആൻ ആയത്തിന് അർത്ഥം മാറ്റിക്കൊടുത്തു. വസ്തഗ്ഫറ ലഹുർ റസൂലു എന്നത് റസൂലാനാക്കി. ഞങ്ങൾ പിടികൂടിയപ്പോ പറഞ്ഞു അച്ചടിത്തെറ്റ്. റസൂലാനാണ് അച്ചടി തെറ്റാന്നൊക്കെ. പക്ഷെ റസൂലിനോട് പാപമോചനം തേടിയാൽ എന്ന് നിങ്ങൾ അർത്ഥം കൊടുത്തു അല്ലേ? ആ ആയത്താണിത്. റസൂലിനോട് പാപമോചനം തേടിയാൽ നിങ്ങൾ അർത്ഥം കൊടുത്തു. നിങ്ങൾക്ക് സ്ഥാപിക്കാൻ ഞങ്ങൾ ഇസ്ലാഹവാദി കൊടുത്തു. ഇവിടുത്തെ കേരളത്തിലെ സമസ്തക്കാർ തന്നെ പറഞ്ഞു ഇത് ദുർവ്യാഖ്യാനമാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും പോയിട്ട് മുസ്ലിയാരെങ്ങൾക്ക് രക്ഷപ്പെട്ടാൻ കഴിയൂല. സർവ്വകാര്യങ്ങളിലും അള്ളാഹുവിനോട് സഹായം ചോദിക്കാനാണ് ഇയ്യാക നസ്തഈന്റെ അർത്ഥം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു കാര്യത്തിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടുകയാണെങ്കിലും അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായാൽ അയാളെ സഹായം കിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് 500 രൂപ കടം ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് രാവിലെ വരികയാണ്. എന്റെ മനസ്സിലുണ്ടാവും പടച്ചോനെ ആ 500 രൂപ തരാൻ അയാളെ മനസ്സിൽ തോന്നിക്കണേ. അത് ഏതേത് കാര്യത്തിനും ചെരുപ്പ് കുത്തിന്റെ അടുത്ത് ചെരുപ്പ് നന്നാക്കാൻ പോവാണ്. പടച്ചോനെ ആ ചെരുപ്പ് കുത്തി അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു, അയാളെ സൂചിക്കൊന്നും കേടില്ലാതെ എനിക്കൊന്ന് നന്നാക്കി വസ്തു എന്നതിന് നന്നാക്കി കിട്ടിയാൽ മതിയായിരുന്നു. ഏതേത് സഹായം ചോദിക്കുമ്പോഴും അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ളൊരു പ്രാർത്ഥന നമ്മളെ മനസ്സിലുണ്ടാകും. അതിവിടെ തർക്ക വിഷയമേ അല്ല. അല്ലാഹുവല്ലാത്തവരോട് സഹായം ചോദിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചോദിച്ച ചോദ്യപത്രമാണ് ഉത്തരം കിട്ടേണ്ടത്. അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ? എന്റെ ചോദ്യം ഞാൻ എത്രയോ തവണ ആവർത്തിക്കുകയാണ്. നമ്മുടെ സുഹൃത്തതിന് മറുപടി പറയുന്നില്ല. അല്ലാഹുവിനോട് ചോദിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ? അത് വലവ് അന്നഹുന്റെ പരിഭാഷ വായിച്ചതുകൊണ്ട് അതിന്റെ മറുപടിയാവുകയില്ല. അമാനി മൗലവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് അമാനി മൗലവിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആളുകൾക്കൊക്കെ വാങ്ങാൻ കിട്ടുന്ന പരിഭാഷ ഏത് സുന്നികൾക്കും പരിശോധിക്കാവുന്നതായത്. ഞങ്ങൾ മാത്രം സ്വകാര്യം വെച്ചതല്ല, കേരളത്തിൽ പ്രസിദ്ധീകരിച്ചതാ. അതുകൊണ്ട് അത് നമ്മുടെ തർക്ക വിഷയത്തിന് ഉത്തരമല്ല. എന്റെ ചോദ്യത്തിനാണ് എനിക്ക് ഉത്തരം കിട്ടേണ്ടത്. എന്റെ ചോദ്യം അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുകയും അതിന് തെളിവ് പറയുകയും വേണം. അങ്ങനെ പാടില്ല എന്നാണെങ്കിൽ സൃഷ്ടികളോട് ചോദിക്കാൻ, അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല, ചിലതൊക്കെ ചോദിക്കാൻ പാടുള്ളൂ എങ്കിൽ ഏതൊക്കെയാണത് അത് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് വ്യക്തമായാലേ നമ്മുടെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. മൊയ്യദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നാണ് ഞങ്ങൾ ഇവിടെ വാദപ്രതിവാദത്തിൽ വാദിക്കുന്നത്. അതാണ് ഞങ്ങൾ വിഷയാവതരണത്തിൽ പറഞ്ഞത്. ആ വിഷയം തെളിയിക്കുവാൻ വേണ്ടി നിങ്ങളിവിടെ നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി പ്രസംഗിച്ചപ്പോൾ തർക്കമില്ലാത്ത കുറെ സഹായ നേട്ടങ്ങൾ പറഞ്ഞു. അതിന് ഞാൻ പലവട്ടം പറഞ്ഞു. അപ്പൊ വിഷയം വളരെ വ്യക്തമായി. അതായത് നമ്മൾ ഏത് സംഗതിക്ക് പോകുമ്പോഴും ചെരുപ്പ് നന്നാക്കാൻ പോകുമ്പോൾ വരെ അള്ളാഹുവിങ്കിൽ നിന്ന് സഹായം കിട്ടണം എന്ന നിലക്കാ ചെരുപ്പുത്തിയോട് പറയുന്നത്. അതുപോലെ അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടണം എന്ന നിലക്കാ എല്ലാം പറയുന്നത്. അത് തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി ഒന്ന് വിചാരിച്ചാലും വിഷയം കഴിഞ്ഞില്ലേ? ഞങ്ങൾ റസൂലുള്ളാഹിനോട് പറയുന്നതും ഞങ്ങൾ ബദരീകളോട് പറയുന്നതും മുഹീദ്ദീൻ ശൈഖിനോട് പറയുന്നതും ഒക്കെ അള്ളാന്റെ സഹായം നബി മുഖേന കിട്ടണം എന്ന് വിശ്വസിച്ചിട്ടാണെന്ന് ഞങ്ങൾ പറയും. നിങ്ങൾ പറയുന്നത് അങ്ങനല്ല. എന്തിന് നിങ്ങൾ ഈ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കണം? അതങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ കാര്യലാഭം? ഈ മുസ്ലിം സമുദായത്തിന്റെ മഹല്ലുകളിൽ മുഴുവനും പോയി ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞ് ഭിന്നിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? നമ്മുടെ മുസ്ലിം സമുദായത്തിനെതിരെ എല്ലാ നിലക്കും സർവ കക്ഷികളും പുറത്തുനിന്ന് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാനെന്നുള്ള വഴി എന്ന് ചിന്തിക്കുമ്പോ സർവ മഹല്ലിലും പോയിട്ട് അത് മുശ്രിക്ക്, ഇത് ശിർക്ക് എന്ന് പറഞ്ഞ് ലോകത്തുള്ള മുഴുവൻ ഇമാമിങ്ങളെയും മുശ്രിക്കാക്കി ചിത്രീകരിക്കുന്ന നിങ്ങള് ഈ അടിസ്ഥാനപരമായി നിങ്ങൾ പറഞ്ഞല്ലോ, ആ അടിസ്ഥാനം ഒന്നങ്ങ് തുറന്ന് പറഞ്ഞാൽ മുജാഹിദ് പിരിച്ചുവിട്ടൂടെ നമുക്ക്? പിന്നെ ഈ വിഷയമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചെരുപ്പ് കുത്തിയുടെ അടുക്കൽ പോകുന്ന സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാവോക്ക്. ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ സമീപിക്കുമ്പോൾ അങ്ങനെ തന്നെ ആദ്യം ഒരു ഫാത്തിഹ ഓതി അള്ളാഹിനോട് മുഹീദ്ദീൻ ശൈഖിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാ ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനോട് വിളിക്കേണ്ട. അതുപോലെ ഞങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കുമ്പോഴും ആദ്യം ഒരു ഫാത്തിഹ ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ പ്രാർത്ഥിച്ചിട്ടാ ഞങ്ങൾ പിന്നെ റസൂലുള്ളാഹിനെ വിളിക്കുക. കാരണം റസൂലുള്ളാഹിക്കുമില്ല സ്വന്തം കഴിവ്, ആർക്കുമില്ല, അള്ളാഹു തരുന്നതല്ലാതെ ഇല്ല. ഈ വ്യക്തമായ ആശയം അതാണ് ഈ
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചു തന്നെ എന്ന് മുസ്ലിയായിരിക്കും അർത്ഥം കിട്ടിയത്. നിങ്ങൾ പരിവാര ഭാഷ വായിച്ചപ്പോ പിന്നെ നിങ്ങൾ മിണ്ടിയില്ല അതിനെ സംബന്ധിച്ച്. അതോട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് ഇതും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം സുന്നത്ത് ജീവിതത്തിൽ കൈയൊഴിച്ചു പോയവർ നബിയെ വിളിച്ച് ശുപാർശ തേടണമെന്ന് നിങ്ങളെ പരിഭാഷയിൽ തന്നെ ഉണ്ടെന്നത് ഞാൻ വ്യക്തമായി പറഞ്ഞു. നബിയെ വിളിച്ച് ശുപാർശ തേടൽ അത് ചോദിക്കാൻ പറ്റാത്ത ലിസ്റ്റിലാണോ നിങ്ങളുടെ അടുക്കലുള്ളത്? പറ്റുന്ന കൂട്ടത്തിലാണോ? ഞങ്ങളടുത്ത് അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല. നിങ്ങളടുത്ത് ആ ലിസ്റ്റ് ഉള്ളത് ചിലത് അല്ലാഹുവോട് മാത്രം ചോദിക്കാവുന്നത്, ചിലത് റസൂലുള്ളാഹിനോട് ചോദിക്കാവുന്നത്. ഈ ലിസ്റ്റ് നിങ്ങളടുത്താണുള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ വാദം തന്നെ ഇല്ല. ഞങ്ങളെ വാദം ഇയ്യാക നസ്തഈൻ. സർവ്വ വിഷയങ്ങളിലും അല്ലാഹു തന്നെയാണ് മുസ്തആൻ, സഹായം ചോദിക്കപ്പെടുന്നവൻ. അതുകൊണ്ട് അല്ലാഹുവേ നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇതാ ഞങ്ങളെ വാദം. നിങ്ങളാണ് ഇത് വിഭജിച്ചത്. വിഭജിച്ച നിങ്ങളെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങള് ശഫാഅത്ത് നബിയോട് ചോദിക്കണം എന്ന് നിങ്ങളെ ഈ പരിഭാഷയിൽ തന്നെ ഉണ്ട്. നബി ശഫാഅത്ത് ചെയ്തിട്ടേ പുറത്തു കിട്ടുള്ളൂ. നിങ്ങളുടെ പരിഭാഷയിലുണ്ട് ആ വിഷയം, ആ ആശയം. അതാണ് ഞാൻ ഉദ്ധരിച്ചത്. അവിടെ ശഫാഅത്ത് ചോദിക്കുക എന്നത് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണോ, നബിയോട് ചോദിക്കേണ്ടതാണോ എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഇതുവരെ നാടായ നാട് മുഴുവനും നബിയോട് ശഫാഅത്ത് ചോദിച്ചതുകൊണ്ട് ഔലായി സുഫാവുന ഇന്ദല്ലാഹ് പറഞ്ഞിട്ട് ആളുകളെ മുഴുവൻ മുശ്രിക്കാക്കി നടന്നതല്ലേ? അതേ അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ അല്ലാഹനെ മറികടന്നുകൊണ്ട് ശുപാർശ ചെയ്യുന്നവരുണ്ടെന്ന് മുശ്രിക്കീങ്ങൾ വാദിച്ചപ്പോ അല്ലാഹു അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ ശഫാഅത്ത് ചെയ്യുന്നവൻ ആരടാ? അല്ല ചോദിച്ചു. ഈ ആശയത്തെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് റസൂലുള്ളാഹിനെ ശഫാഅത്തിന് വിളിക്കുന്ന നിങ്ങളല്ലേ വാസ്തവത്തിൽ ശിർക്കാക്കിയത്? നിങ്ങൾ എന്തേ ഇവിടെ വെച്ചതൊന്നും പറയാത്തത്? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസുൽ ഹകീം. ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് അല്ലാഹു തആല സഹായിച്ചിട്ട് അല്ലാഹുവിൻ സഹായം അല്ലാഹുവിൽ നിന്ന് തന്നെ, സഹായം അല്ലാഹുവിൽ നിന്ന് തന്നെ. അപ്പൊ മലക്കുകൾ മുഖേനയുള്ള സഹായവും നബി മുഖേനയുള്ള സഹായവും ഔലിയാക്കൾ മുഖേനയുള്ള സഹായവും ബദരീകൾ മുഖേനയുള്ള സഹായവും മുഹീദ്ദീൻ ശൈഖ് മുഖേനയുള്ള സഹായവും ഡോക്ടർ മുഖേനയുള്ളതും എഞ്ചിനീയർ മുഖേനയുള്ളതും വക്കീൽ മുഖേനയുള്ളതും കോടതി മുഖേനയുള്ളതും പോലീസ് മുഖേനയുള്ളതും പണക്കാരൻ മുഖേനയുള്ളതും കടം കൊടുക്കുന്നവൻ മുഖേനയുള്ളതും മൗലവി മുഖേനയുള്ളതും മുസ്ലിയാർ മുഖേനയുള്ളതും എല്ലാവരിൽ നിന്നും കിട്ടുന്ന സഹായം അല്ലാഹുവിൽ നിന്നാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സ്റ്റേജുകളിൽ മുഴുവനും നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ ഈ ആയത്ത് ഓതിയിട്ട്? ഇപ്പോഴെന്തേ നിങ്ങൾക്കത് പറയാൻ കഴിയാത്തത്? നിങ്ങളെ ചോദിക്കുന്ന സമയമാണ്, എന്നിട്ടും നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന സമയം നമുക്ക് കണ്ടറിയാം. പ്രസംഗത്തിനൊന്നും കാര്യമില്ല, ചോദ്യത്തിന് ഉത്തരം കിട്ടണം. പ്രസംഗങ്ങൾ എത്ര പ്രസംഗിച്ചിട്ടെന്താ? അതൊക്കെ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ, ഇതേ ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടി അറിയാം. ഇപ്പൊ ഞങ്ങൾ മറുപടി ചെയ്യുന്ന സമയമല്ല. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ മറുപടി അറിയും. ഞങ്ങളിപ്പോ മറുപടി പറയുന്ന സമയമല്ല, ഞങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയ. ഞങ്ങളുടെ ചോദ്യത്തിനാണ് ഞങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത്. റസൂലിനോട് ശുപാർശത്തോടാന്ന് പറഞ്ഞു, സഹായം എന്ന് പറഞ്ഞു. പിന്നെ ലോക മുസ്ലിമീങ്ങളെ മുശിരിക്കാക്കാളും അതൊക്കെ ഉച്ചക്കേശം നമുക്കൊരു ചർച്ച ഉണ്ട്, അതിൽ പറഞ്ഞാൽ മതി. അതിങ്ങനെ വെറുതെ പറയേണ്ട കാര്യമില്ല. ലോക മുസ്ലിമീങ്ങളെ മുശിരിക്കാക്കണം, ആരാരൊക്കെയാ മുശിരിക്കാക്കിയത്, ആരാരൊക്കെയാ കാഫിറാക്കിയത്, അതൊക്കെ ഇൻഷാ അല്ലാഹ് ഉച്ചക്കേശം നമ്മൾ ചർച്ച വെച്ചിട്ടുണ്ട്. അതും കൂടി ഇപ്പൊ പറഞ്ഞു തീർക്കണ്ട. നിങ്ങളെ വാദം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ ബദരീങ്ങളെയോ വിളിച്ച് സഹായം ചോദിച്ചാൽ മുശിരിക്കാവുകയില്ല, ശിർക്ക് ചെയ്തവനാവുകയില്ല. ഇതാങ്ങളുടെ വാദം. ആ വാദത്തെ തട്ടിക്കുന്ന തരത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? പിന്നെ ഇയ്യാക നസ്തഈൻ തന്നെ നിങ്ങളെ പരിഭാഷയിലുണ്ട്. ഏതാണ് ആ പരിഭാഷ? അമാനി മൗലവിന്റെ പരിഭാഷയിൽ ഇങ്ങനെയുള്ളത്: നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇതാണ് അമാനി മൗലവിന്റെ പരിഭാഷയുള്ളത്. മൂപ്പര് പറഞ്ഞത് കേന്ദ്രം പ്രസിദ്ധീകരിച്ച പരിഭാഷയിൽ നിന്നോട് തന്നെ സഹായം ചോദിക്കുന്നു എന്നാ. ഇത് ഞങ്ങൾ മാത്രമല്ല, നിങ്ങളെ സംയുക്ത കാവി എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ മഖ്ദൂമി, അദ്ദേഹം ഫാത്തിഹ സൂറത്തിന് എഴുതിയ തഫ്സീറിലും പരിഭാഷയിലും അങ്ങനെ തന്നെയാ പറഞ്ഞത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അള്ളാഹുവിനോട് മാത്രം, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്തെടുക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അത് മഖ്ദൂമി അങ്ങനെ തന്നെയാ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ പറഞ്ഞതല്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇത്രയും കൂടി പറഞ്ഞു. ഇതാ
അള്ളാഹു നമ്മുടെ സത്താവും സംരക്ഷകനുമാണ്, നാം അവന്റെ സൃഷ്ടികളും. അതുകൊണ്ട് നാം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂവെന്നും അവനോട് മാത്രമേ സഹായം തേടുകയുള്ളൂവെന്നും നാം തീരുമാനിച്ചു കഴിഞ്ഞു. കണ്ടോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞത് ഞങ്ങളെ പരിഭാഷയിൽ മാത്രമല്ല, നിങ്ങളെ പരിഭാഷയിലും മാത്രം തന്നെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ചർച്ച വരും. അതിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പിന്നെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയാൻ വേണ്ടത്, അല്ലാഹുവോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ? അത് ആയത്ത് ഉദ്ധരിച്ച ഇന്ന ആയത്തിൽ പറയുന്നു അങ്ങനെ പാടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഹദീസിൽ പറയുന്നു അങ്ങനെ പാടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഹദീസിൽ പറയുന്നു പാടില്ല. അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. ചില കാര്യങ്ങൾ പാടില്ല, ചില കാര്യങ്ങൾ പാടുണ്ട്. എന്താണതിന് നിങ്ങളുടെ നിലപാട്? എന്താണെന്ന് പറയാൻ നിങ്ങൾക്ക് ഇത്ര വിഷമം? എത്ര തവണയായി ഞാൻ ചോദിക്കുന്നു. ഈ ആളുകൾക്ക് മനസ്സിലാവില്ലേ? അള്ളാഹുവിനോട് ചോദിക്കണ എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? പാടുണ്ടെങ്കിൽ പാടുണ്ടെന്ന് പറയണം, പാടില്ലെങ്കിൽ പാടില്ലെന്ന് പറയണം. രണ്ടിനും തെളിവ് ധരിക്കുകയും വേണം. അതാണ് യഥാർത്ഥത്തിൽ എന്റെ ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് അപ്പുറത്തുള്ള ഞങ്ങൾ പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ വിഷയം തെളിയിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതാണ്. അതാണ് ഇവിടെ തെളിയേണ്ടത്. അത് തെളിഞ്ഞാൽ നമ്മുടെ തർക്ക വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വിഷയങ്ങൾ എത്തുകയും ആളുകൾക്ക് കാര്യം ഗ്രഹിക്കാൻ സമയം കിട്ടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇവിടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിഷയം ചർച്ച മുന്നോട്ട് നീക്കാവുന്നതാണ്. അതുകൊണ്ട് എന്റെ സുഹൃത്തിനോട് എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരപേക്ഷയുള്ളത്, ഞങ്ങളുടെ ചോദ്യം നിങ്ങളൊന്ന് പരിഗണിക്കണം. അതിനൊരു ഉത്തരം നിങ്ങൾ പറയണം. അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതിന് ഒരു മറുപടി ദയവായി നിങ്ങളൊന്ന് പറഞ്ഞാൽ നമുക്കതിനപ്പുറമുള്ള ചർച്ചയിലേക്ക് പോകാവുന്നതാണ്. നമ്മുടെ ചർച്ചാ വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്ന് നിങ്ങൾ പോകാൻ പാടില്ല. നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നത് അമാനി മൗലവിയുടെ കേന്ദ്രം പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷയിൽ ഇല്ല എന്ന് നിങ്ങൾ നിഷേധിച്ച് വ്യക്തമായി പറഞ്ഞാൽ ഞാൻ ഇവിടെ മധ്യസ്ഥന്റെ മുമ്പിലേക്ക് പരിഭാഷ കൊടുക്കും. അങ്ങനെ അതിലില്ല എന്ന് പറഞ്ഞു, ആ പരിഭാഷയിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മധ്യസ്ഥന്റെ മുമ്പിൽ കൊടുക്കും. അത് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെ ഒരർത്ഥം ആ പരിഭാഷയിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അത് പറഞ്ഞാൽ ഞാൻ മധ്യസ്ഥന്റെ കയ്യിലേക്ക് പരിഭാഷ കൊടുക്കും. പിന്നെ ഏതോ ഒരു മഖ്ദൂമി എഴുതിയിട്ടുണ്ട്. മഖ്ദൂമി സുന്നി യുവജന സംഘത്തിന്റെ ആരാണ്? ഞങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സുന്നി യുവജന സംഘത്തിന്റെ ആരാണ് മഖ്ദൂമി? അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനം എന്താണ്? നിങ്ങൾ പറയണമത്. നിങ്ങളാണത് ഉദ്ധരിച്ചത്. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ച ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അത് ഞങ്ങളുടെ സംഘടനയിൽ ആരാണ് മഖ്ദൂമി? ഞങ്ങളുടെ സംഘടനയിൽ ആരാണെന്ന് നിങ്ങൾ പറയണം. ഇനി മഖ്ദൂമി അങ്ങനെ ഒരു പരിഭാഷ എഴുതിയാൽ അത് ഞങ്ങൾക്ക് എന്ത് ബാധകം? ഇത് നിങ്ങൾ കേന്ദ്രമിന്റെ പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. ഇനി ഞാൻ ഒന്നുകൂടി വായിക്കുന്നു. നിങ്ങളുടെ പരിഭാഷയിൽ പറഞ്ഞ വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതകാലത്ത് മാത്രമല്ല വഫാത്തിന്റെ ശേഷവും നബിയോട് ശഫാഅത്ത് തേടണം, ദോഷം പുറത്തു കിട്ടാൻ എന്ന ആശയമാ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി വായിക്കുന്നു നന്നായി മനസ്സിലാക്കാൻ വേണ്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായിത്തീരുന്നു. ബ്രാക്കറ്റിൽ റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇനി അങ്ങനെ ഒരക്രമം അതാകട്ടെ അവനവനോട് തന്നെ ചെയ്യുന്ന വമ്പിച്ച അക്രമവുമാണ്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അതിന് ന്യായീകരണം ഉണ്ടാക്കുകയോ ഒഴിവ് കഴിവുകൾ സമർപ്പിക്കുകയോ അല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും. അപ്പൊ കണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയിട്ട് അപരാധത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കണം. അത് നിങ്ങളെ പരിഭാഷയിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ഞങ്ങളേതോ ഒരു പുസ്തകത്തിൽ ഒരു അച്ചടിപ്പശകുണ്ടായത് നിങ്ങൾ വലിയ വിഷയാക്കി എടുത്തു പറഞ്ഞു. അത് നിങ്ങൾക്ക് നന്ദി, കാരണം ഞങ്ങൾക്ക് ഇത്ര സമയം കിട്ടിയല്ലോ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഈ പക്ഷപാതിത്വമൊന്നുമില്ല. അച്ചടിപ്പശകൊക്കെ സാധാരണയാണ്.
വാക്കിൽ തെറ്റിപ്പോകൽ സാധാരണയാണ്. അതൊന്നും പിടികൂടാൻ പാടില്ല. നേരത്തെ ഇവിടെ വിഷയം അവതരിപ്പിച്ച ആളാണെന്ന് തോന്നുന്നു, എനിക്ക് ആൾ അറിയില്ല. എന്റെ പേരിൽ ഒരു CD ഇറക്കി, ഞാൻ അങ്ങനെ ഖുർആൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞു. വാസ്തവത്തില് നിങ്ങളെ കായികത്തും ജരീരത്തും ഫിത്തവസ്സിൽ വിളച്ചില്ല എന്ന ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥം നോക്കി വായിച്ചതാണ്. അതിൽ വല്ലറിയുന്നുണ്ട്, അതാ ഞാൻ വായിച്ചത്. പേരോട് ഖുർആനിൽ കൂട്ടിച്ചേർത്തു, നിങ്ങൾ പ്രസംഗിച്ചു കടന്നു, CD വിറ്റ് കാശുണ്ടാക്കി. നീതിയല്ല അത്. ഇവിടെ ഉണ്ട് എന്റെ അടുക്കൽ നിങ്ങളുടെ പുസ്തകം. അപ്പോ നിങ്ങൾ നീതി കാണിച്ചുകൊണ്ടായിരുന്നു മതപ്രബോധനം നടത്തേണ്ടത്, ദുഷ്പ്രചരണങ്ങളായിരുന്നില്ല നടത്തേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നു, ബാക്കി റിസാലയുടെ പരസ്യം, റിസാലയിൽ നമ്മളെ മാസികയുണ്ട് റിസാല, ആ റിസാലയിൽ അത് വാരിക ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കണം. ഇവര് പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന്റെ ശേഷം ഇതിൽ പറയാണ്, എന്താ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്. അതോടുകൂടി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നത്. അള്ളാഹ് അറിയിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ പറയുന്നത് വേറൊന്നാണ്. ഞങ്ങൾ ഉത്തരവാദിയല്ലല്ലോ. പിന്നെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി ആവർത്തിച്ച് പറഞ്ഞു. ഇനിയും പറയുന്നു, സർവ്വ വിഷയങ്ങളിലും സഹായം ചോദിക്കപ്പെടേണ്ടവൻ അല്ലാഹുവാൻ. വല്ലാഹുൽ മുസ്തആൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സഹായം ചെയ്യുന്നവൻ. മറ്റുള്ളവരെല്ലാം അല്ലാഹുവിന്റെ സഹായത്തിന്റെ കാരണക്കാരാണ്. ആ നിലയ്ക്ക് അവരോട് സഹായം ചോദിക്കേണ്ടവരാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. മഖ്ദൂമി എന്ന് പറയുന്ന പണ്ഡിതൻ അതേ ഞങ്ങളുടെ സംഘടനയുടെ വക്താവല്ല, ആ സംഘടനയുടെ ഒരു ഔദ്യോഗിക വ്യക്തിയല്ല, ഞങ്ങളുടെ സംഘടന പ്രസിദ്ധീകരിച്ചതുമല്ല. നമ്മൾ സംഘടനയും തമ്മിലാ വാദപ്രതിവാദം. അപ്പൊ സംഘടന പറഞ്ഞതേ പറയാവൂ, അതാ വിഷയം.